അങ്ങനെ രീതി സുന്നത്ത് നിസ്കാരം, സുന്നത്തുകളായ കർമ്മങ്ങൾ മറച്ചു പിടിക്കുന്നത് ആരാരും അറിയണ്ട എൻ്റെ റബ്ബിന്റെ മുമ്പിലേക്ക്. എൻ്റെ അല്ലാഹു അല്ലാതെ മറ്റാരും ഇതറിയണ്ട. ആരും ഇതറിയുമ്പോൾ ഒരു പ്രോത്സാഹനം, ആരെങ്കിലും ഒരു പ്രശംസ, അത് കേൾക്കുമ്പോൾ ഖൽബിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും പൈശാചികമായ തോന്നൽ വന്നു പോയാൽ, അബീ ലൈല റഹ്മഹുല്ലാഹ് ഹംസ ഇബ്നു ദഹ്ഖാൻ എന്ന് പറയുന്ന മഹാനായ അല്ലാമ ബിശ്റുൽ ഹാഫിയുടെ കൂട്ടുകാരൻ ബിശ്റുൽ ഹാഫിയോട് ചോദിച്ചു. ലോകം കണ്ട സാഹിദാണ്, പ്രഗത്ഭനായ പണ്ഡിതനാണ്, ആലിമാണ് മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിനോട് ചോദിക്കുമായിരുന്നു, റബ്ബേ, മരിച്ചുപോയ ഖബറിൽ നീ കിടത്തി കഴിഞ്ഞാൽ ഇൻ കുൻത തർസുഖു അഹദൻ സ്വലാത്തനാണല്ലോ, നിനക്കറിയാമല്ലോ അല്ലാഹുവേ, ആരാരും എന്നറിയാതിരിക്കലാണ് പ്രശസ്തിയെക്കാളും എനിക്കിഷ്ടമെന്ന് നിനക്കറിയുമല്ലോ റബ്ബേ. സുജൂദിൽ കിടന്ന് പറയാൻ, പ്രശസ്തിയല്ല എനിക്ക് വേണ്ടത്. പ്രശസ്തിക്ക് വേണ്ടി മനുഷ്യൻ ജീവിക്കുകയും അരുത്. അള്ളാഹു തരികയാണെങ്കിൽ വിനയത്തോടുകൂടെ അത് സ്വീകരിക്കാം, അത് ദുരുപയോഗം ചെയ്യരുത്. പക്ഷേ പ്രശസ്തിയെ തേടിപ്പോകാൻ പാടില്ലെന്ന് പറഞ്ഞ ശർഅാണ് നമ്മുടെ ശർഅ. പ്രശസ്തിക്ക് വേണ്ടി ചെയ്യരുത്. അള്ളാഹുവേ, നിനക്കറിയുമല്ലോ, നീ അർശിന്റെ അധിപനല്ലയോ റബ്ബേ, അന്നദ്ദുല്ല ഹബ്ബു ഇലയ്യ മിനശ്ശറഫ്, ഫേമസ് ആകുന്നതിനേക്കാളും എനിക്കിഷ്ടം ആരാരും അറിയാതിരിക്കലാണെന്ന് നിനക്കറിയുമല്ലോ റബ്ബേ. വഇന്നക തഅലമു ഫൗഖൽ അർശ്, അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, നിനക്കറിയുമല്ലോ അന്നൽ ഫഖറ അഹബ്ബു ഇലയ്യ മിനൽ ഗിനാ, സമ്പത്ത് കിട്ടുന്നതിനേക്കാളും പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ദാരിദ്ര്യമാണ്, പൈസ കയ്യിലില്ലാതിരിക്കലാണെന്ന് എൻ്റെ മനസ്സിന്റെ തീരുമാനം അതാണെന്ന് റബ്ബേ നിനക്കറിയുമല്ലോ. ഇതൊക്കെ കൂട്ടുകാരൻ കേൾക്കുകയാണ് ഈ വാക്കുകൾ. സുന്നത്ത് നിസ്കാരത്തിലാണ്, സുജൂദിലാണ്, പാതിരാവിലെ ഖിയാമുൽ ലൈലിലാണ് ഈ വാക്കുകൾ പറയുന്നത്. അല്ലാഹുമ്മ അൻത തഅലം ഫൗക അർശിക് അന്നി ലാ ഊസിറു അലാ ഹുബ്ബിക ശൈആ, അല്ലാഹുവേ, നിന്റെ സ്നേഹമല്ലാതെ മറ്റൊന്നും എൻ്റെ മനസ്സിൽ നിനക്കറിയുമല്ലോ റബ്ബേ, ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത്. മഹാനവറുകളുടെ ഈ വാക്കുകൾ കേൾക്കാൻ തുടങ്ങിയപ്പോ മഹാനായവരുടെ കൂട്ടുകാരൻ ഹംസത്ത് ഇബ്നു ദഹ്ഖാനിന് കരച്ചിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. കരയാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി. റബ്ബേ, സജ്ജനങ്ങളായ ആളുകൾ അങ്ങനെയാ ചെയ്തത്. കാനൂ യക്തുമൂന കറാമാതിഹിം കൽഅദ്റാഇ ഫീ ഹൈളതിഹാ, ഹൈദുള്ള ഒരു പെണ്ണ് അവളുടെ ആ ഒരു പീരീഡിന്റെ സമയമാകുമ്പോൾ അത് ആരോടും പറയാതെ മറച്ചു പിടിക്കുന്ന പോലെ, ലജ്ജ കാണിക്കുന്ന പോലെ, മഹത്തുക്കളായ ആളുകൾക്ക് എങ്ങാനും അല്ലാഹു വല്ല അത്ഭുതങ്ങളും കാണിച്ചു കൊടുത്താൽ ആരോടും പറയാതെ, ആരോടും വിളിച്ചു പറയാതെ, ആരോടും അത് പെരുമ്പറ കെട്ടി പറയാതെ മറച്ചു വെക്കുമായിരുന്നു. നമ്മളെന്ന് പറയാനാ ഇഷ്ടപ്പെടുന്നത്. ഉറക്കം കണ്ട് പറയാൻ ജീവിതകാലത്ത് പറഞ്ഞുകൂടെന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ പറയാം, വഫാത്തിന്റെ ശേഷം പറയാം. ജീവിതകാലത്ത് പറയുമ്പോ ആ മനുഷ്യ ഉടനെ ബഹുമാനപ്പെട്ടവരുടെ ചാട്ടവാറെടുത്തു. ആർക്കെതിരെ? ഉബയ്യ് ഇബ്നു കഅബ് എന്ന സ്വഹാബിക്ക് നേരെ. യാ ഉബയ്യേ, എന്താണ് ഞാൻ ഈ കാണുന്നത്? നിങ്ങളുടെ പിന്നാലെ ആൾക്കൂട്ടമോ? ഉബയ്യേ, ഹാദാ മദില്ലത്തുൻ ലിത്താബിഇ, ഇത് നിങ്ങളുടെ കൂടെ നടക്കുന്നവർക്ക് നിന്ദയാണ്, അവർക്ക് നിന്ദയാണ്. നിങ്ങളെ ഇത് ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന കാര്യമാണ്. എന്റെ കൂടെ 4 ആളുകളുണ്ടല്ലോ, വരുമ്പോൾ എന്തെന്നില്ലാത്ത ആരവങ്ങൾ, കുറെ ആളുകൾ കൂടെ വരുന്നത് എന്തോ ഒരു സംഭവമാണെന്ന് കാണിക്കുന്നത്. ഇത് കൂടെ വരുന്നവർക്ക് അപമാനവും, അത് ചെയ്യാൻ നിന്നുകൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരം കൽബിലേക്ക് വരികയും അത് കാരണം നരകത്തിലേക്ക് വീഴുകയും ചെയ്യാൻ കാരണമാണ്. ഉബയ്യെ, അതുകൊണ്ട് പോ എന്ന് പറഞ്ഞ് കൂടെയുള്ള ആളുകളെ ആട്ടി ഓടിച്ചിട്ടുണ്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? ഇത് രാഷ്ട്രീയത്തിലാവാം, ശറയിൽ പറ്റുമോ, ദീനിൽ പറ്റുമോ, വിവിധ മതങ്ങളിലേക്കാവാം, മുസ്ലിമീങ്ങളായ ആളുകൾ ചെയ്യുന്ന രാഷ്ട്രീയത്തിലും പറ്റില്ലെന്ന് തന്നെ. പക്ഷേ ശറയിൽ പറ്റുമോ?
ആലിമീങ്ങൾക്ക് പാടുള്ളതാണോ? പാടുള്ളതല്ല. ഇത് അള്ളാഹുവിന്റെ ദീനിന്റെ ശൈലിയും അല്ല. എന്തുകൊണ്ടല്ല? ഇഖ്ലാസ് എന്ന സാധനം വളരെ രഹസ്യമാണ്. അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പോലും നമ്മുടെ ഖൽബിനുള്ളിൽ കിടക്കുന്ന നിയ്യത്ത് എഴുതി വെക്കാൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ വാക്കുകൾ നിങ്ങളോട് പറയുമ്പോ എന്റെ ഖൽബിന്റെ ഉദ്ദേശം എന്താണ്? നന്മ ഉണ്ടാക്കലാണോ? ആളാവാൻ വേണ്ടി പറയലാണോ എന്ന് അള്ളാന്റെ മലക്കുകൾക്ക് പോലും, എന്റെ റബ്ബിനല്ലാതെ എന്റെ തോളിലിരിക്കുന്ന മലക്കുകൾക്ക് പോലും എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നുവെന്നോ, ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നുവെന്നോ ആണ് കൊണ്ടുവരുന്നത്. അവർ ആലിമീങ്ങളായിരുന്നു, പണ്ഡിതന്മാരായിരുന്നു, യുദ്ധക്കളങ്ങളിൽ ചോര ചിന്തിയവരാണ് അവര്. ഒരുപാട് സമ്പത്ത് ദീനിന് വേണ്ടി വാരിക്കോരി ചെലവഴിച്ചവരാണ്. പക്ഷേ അല്ലാഹു തആല വിളിച്ചു കൊണ്ടുവന്ന് ചോദിക്കുന്നു, നിങ്ങൾ ഈ ചെയ്തത് ലിയുഖാല കദാ വകദാ, ഇങ്ങനെയൊക്കെ നിങ്ങളെ പറ്റി പറയപ്പെടാനല്ലേ? വഖദ് ഖീൽ, അത് ഭൂമിയിൽ പറയപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ ഏതോ വലിയ ഹോജയാണെന്ന് പറയപ്പെട്ടു കഴിഞ്ഞു. അതായിരുന്നില്ലേ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ ഈ ചെയ്ത സമ്പത്തിന്റെ ധർമ്മം, നിങ്ങൾ ഈ ചെയ്തത് നിങ്ങൾ വലിയ ഉദാരമതിയാണെന്ന് പറയപ്പെടാനല്ലേ? ഒക്കെ പറയപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ ചോര ചിന്തി മരിച്ചത് നിങ്ങൾക്ക് വേണ്ടി ഒരു രക്തസാക്ഷി മണ്ഡപം ഉണ്ടാകാനോ, അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ഓർക്കപ്പെടാനോ, ധീരനാണെന്ന് പറയപ്പെടാനോ അല്ലേ? വഖദ് ഖീൽ, ഇതെല്ലാം പറയപ്പെട്ടു എന്ന് അള്ളാഹു പറയുമ്പോഴാണ് മലക്കുകൾക്ക് പോലും അറിയുന്നത് ഈ മനുഷ്യൻ ചെയ്തത് മുഴുവനും അള്ളാഹുവിന് വേണ്ടിയായിരുന്നില്ല. ഇഖ്ലാസ് എന്ന വിഷയം മലക്കുകൾക്ക് ആക്സസ് ഇല്ലാത്ത കാര്യമാണ്. ഖൽബിന്റെ ഉള്ളിലെ ഇഖ്ലാസ് അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത്. ഏതെങ്കിലും ഒരാള് ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ് എന്ന് പറഞ്ഞാൽ പോലും അതിൽ ആത്മാർത്ഥതയുണ്ടോ ഇല്ലേ എന്ന് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല, മലക്കുകൾക്ക് പോലും അറിയില്ല. അല്ലാത്തതൊക്കെ മലക്കുകൾ അറിയുന്നുണ്ട്. ഇഖ്ലാസ് മലക്കുകൾക്ക് ആക്സസ് ഇല്ല. അവർക്കതിലേക്ക് കടന്നു കയറാൻ കഴിയില്ല, അവർക്കതറിയാൻ കഴിയില്ല, രേഖപ്പെടുത്താൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമലുകൾ പരസ്യപ്പെടുത്തമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അല്ലാഹുവിനെ കണ്ടുമുട്ടുകയാണ്, അല്ലാഹുവിനെ കാണുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതാരും അറിയാതിരിക്കട്ടെ, നിങ്ങളും അല്ലാഹു മാത്രം. മഹാനായ അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ തങ്ങൾ പറയുമായിരുന്നു, ഏതൊരു മനുഷ്യന്റെയും നന്മകൾ, ആ നന്മകൾ അയാൾ പുറത്തു വിട്ടില്ലെങ്കിലും അള്ളാഹു ജനങ്ങളുടെ മുഅ്മിനീങ്ങളുടെ ഖൽബിലേക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കും. ഒരാളെ പറ്റിയുള്ള നന്മ തോന്നൽ, ഒരാള് നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നത് ആ മനുഷ്യൻ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലമാണെന്ന് മഹാനായ അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങൾ അവര് പറഞ്ഞൊരു മനുഷ്യൻ ചെയ്യുന്ന നന്മ, അള്ളാഹും അവരും മാത്രം അറിയുന്ന നന്മ, എത്രത്തോളം നന്മ ചെയ്തിട്ടുണ്ടോ ആ തോതിനനുസരിച്ചാണ് മരണത്തിന്റെ ശേഷം ഒരാൾ ഓർക്കപ്പെടുന്നത്. ചില ആളുകൾ മരിച്ചാൽ 3 ദിവസം കഴിഞ്ഞാൽ മറന്നു വീട്ടുകാരെ, ഒരാഴ്ച കഴിഞ്ഞാൽ മറന്നു, ചിലരെ 1 മാസം കഴിഞ്ഞാൽ മറന്നു, ചിലരെ 1 കൊല്ലം കഴിഞ്ഞാൽ മറന്നു, ചിലരെ 10 കൊല്ലം കഴിഞ്ഞാൽ മറന്നു, ചിലരെ നമ്മൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മറന്നിട്ടില്ല. അഷ്റഫ്
ശരിക്കൊന്ന് മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പണിയാണോ എന്ന്. ആ സംഭവം സംഭവിച്ചു പോയ ആള് പോലും പറയാൻ പാടില്ല. അങ്ങനെ വിളിച്ചു പറയുന്നവരുണ്ട്, വിളിച്ചു പറയാൻ ആളുകളെ ഏൽപ്പിക്കുന്നവരുണ്ട്. അത് പറഞ്ഞു പറഞ്ഞ് ആളുകളുടെ മനസ്സിൽ ഏതോ ഒരു വലിയ ആളാണെന്ന് ഇയാളെ പറ്റി പറയപ്പെടാൻ ജീവിതകാലത്ത് ആളുകളുടെ കൽബിലേക്ക് കിബറും അഹങ്കാരവും റിയാവും വരുന്നത്, ഒരാൾ അറിയുന്ന രീതിയിൽ അവരെ പ്രശംസിക്കുന്നത്, അവരെ പുകഴ്ത്തി പറയുന്നത് മുഅ്മിനീങ്ങളായ ആളുകൾ ഇഷ്ടപ്പെടാൻ പാടുള്ളതല്ല എന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് ഈ ഉമ്മത്തിന്റെ ആദ്യ കാലങ്ങളിൽ കഴിഞ്ഞുപോയ മഹാനായ അല്ലാമ അയ്യൂബ് സഖ്തിയാനി റളിയല്ലാഹു അൻഹു. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങൾ ജീവിക്കുന്നത്. മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് ഒരു വലിയന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് ആ വലിയ അള്ളാഹുവിനെ എത്രക്ക് ഭയപ്പെടുന്നുണ്ട് എന്നതാണ്. ഈ ലോകത്തിന്റെ ആർഭാടങ്ങളോ പൈസയോ ദുന്യാവിന്റെ സൗകര്യങ്ങളോ വേണ്ടെന്ന് വെക്കാനുള്ള വറഉം സൂക്ഷ്മതയും ഈ മനുഷ്യന് എത്രയുണ്ട് എന്നതാണ് ഒരു മനുഷ്യന്റെ കറാമത്തെന്ന് നമ്മുടെ ഉലമാ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. കറാമത്ത് എന്ന് പറയുന്നത് അത്ഭുത സിദ്ധികൾ മാത്രമല്ല. ഏറ്റവും വലിയ കറാമത്ത്, ഒരു മനുഷ്യന്റെ കറാമത്ത് അള്ളാഹുമായി എത്രത്തോളം ഇയാൾക്ക് ബന്ധമുണ്ടെന്നാണ്, ഈ ദുന്യാവുമായി എത്രത്തോളം ഇയാൾക്ക് അകൽച്ചയുണ്ടെന്നാണ്. അതറിയുമ്പോഴാണ് ഒരു മനുഷ്യന്റെ സ്വലാഹും നന്മയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ വീക്ഷണങ്ങളിൽ വന്ന അപാകതകൾ തിരുത്തേണ്ട സമയമായിട്ടുണ്ട്. കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുന്ന രീതികൾ, നമ്മുടെ പെർസ്പെക്റ്റീവ് തിരുത്താൻ സമയമായിട്ടുണ്ട്. അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങൾ അവരിങ്ങനെ കർമ്മങ്ങൾ റബ്ബിന് വേണ്ടി മാത്രം ചെയ്യുന്നവരാണ്, ആരോടും അത് വിളിച്ചു പറയാൻ പറയുന്നവരല്ല. മഹാനായ അബൂ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഇബ്നു അസ്ലം തൂസി റഹ്മഹുള്ളയുടെ അരുമ ശിഷ്യനാണ്, ഖാദിമാണ്. മുഹമ്മദ് ഇബ്നു അസ്ലം തൂസി റഹ്മഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ വീടിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ, റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു കോപ്പയിൽ വെള്ളം കൊണ്ടുപോകാറുണ്ട്. അവരുടെ റൂമിലേക്ക് കടക്കുമ്പോൾ എന്തിനാണ് ഈ കോപ്പയിൽ വെള്ളം കൊണ്ടുപോകുന്നതെന്നറിയില്ല, എന്തിനാണ് ഈ വെള്ളമെന്നറിയില്ല. അങ്ങനെയാണ് ഖാദിം മഹാനായ അബൂ അബ്ദില്ലാഹി റഹിമഹുല്ലാഹ് തന്റെ പ്രിയപ്പെട്ട ഗുരു മുഹമ്മദ് ഇബ്നു അസ്ലം തൂസി റഹിമഹുല്ലാഹ് എന്തിന് വെള്ളം കൊണ്ടുപോകുന്നുവെന്നറിയുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം. അന്ന് വീട്ടിൽ വല്ലാത്ത കരച്ചിൽ കേൾക്കുന്നു. കുഞ്ഞ് കരയുന്നുണ്ട്, ഭാര്യ കിടപ്പുണ്ട്, തൊട്ടടുത്ത് കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് വല്ലാതെ കരയുമ്പോ ഉമ്മ കുഞ്ഞിനോട് കരയല്ലേ കരയല്ലേ എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എന്താണ് കുഞ്ഞിങ്ങനെ കരയാൻ കാരണമെന്ന്. ആ സഹോദരി പറഞ്ഞു കൊടുത്തു, മറ്റൊന്നുമല്ല, ഇന്ന അബൽ ഹസൻ യദ്ഖുലുൽ ബൈത്ത്, എൻ്റെ ഭർത്താവ് അബുൽ ഹസൻ മുഹമ്മദ് ഇബ്നു അസ്ലം തൂസി എൻ്റെ വീട്ടിലേക്ക് കയറി വരികയും ഫയഖറഉൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ ഓതുകയും വയബ്കി, ഖുർആൻ ഓതുകൊണ്ട് കരയാൻ തുടങ്ങും. ഖുർആൻ ഓതിയിട്ട് കരയാൻ തുടങ്ങുമ്പോൾ ആ കരച്ചിൽ കേട്ട് എൻ്റെ കുഞ്ഞ് കരയുകയാണ് പതിവ്. എൻ്റെ ഭർത്താവിൻ്റെ കരച്ചിൽ കേട്ട് എൻ്റെ കുഞ്ഞ് കരയാറുണ്ട്. റൂമിന്റെ ഉള്ളിൽ, വീടിന്റെ ഉള്ളിൽ എൻ്റെ കുഞ്ഞ് കരയാൻ കാരണം എൻ്റെ ഭർത്താവ് ഖുർആൻ ഓതി കരയുന്ന കരച്ചിൽ കേൾക്കുമ്പോഴാണ്. എന്നിട്ട് വീടിന്ന് പുറത്തിറങ്ങുമ്പോ, റൂമിന്റെ പുറത്തു പോകുമ്പോ മുഖമെല്ലാം ശരിക്ക് കഴുകി വൃത്തിയാക്കി കരഞ്ഞിട്ടില്ല എന്ന് ആളുകൾ അറിയാൻ വേണ്ടി ആരും ബഹുമാനപ്പെട്ടവരെ കാണാൻ വരുമ്പോ മഹാനവറുകൾ കരച്ചിലായിരുന്നു, അല്ലാഹുവിന്റെ മുമ്പിൽ വിനയത്തിൽ തേങ്ങി തേങ്ങി കരയുകയായിരുന്നുവെന്ന് ആരും അറിയാതിരിക്കാൻ മുഖം കഴുകാനായിരുന്നുവത്രേ ഒരു പാട്ടയിൽ വെള്ളം കൊണ്ടുപോയിരുന്നത്. പുറത്തു വരുന്നവർക്കറിയില്ല എന്തായിരുന്നു അകത്ത് നടന്നത് എന്ന്. അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ മറ്റൊന്നും ആരെയും കാണിക്കേണ്ടതില്ലല്ലോ. നാം ചെയ്യുന്ന കർമ്മം അത് അല്ലാഹുവിന് വേണ്ടി മാത്രം. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. അബ്ദുല്ലാഹി ഇബ്നു മുഹൈരീസ് റഹിമഹുല്ലാഹ് ലോകം കണ്ട മറ്റൊരു പ്രഗൽഭനാണ്. അബ്ദുല്ലാഹി ഇബ്നു മുഹൈരീസ് റഹിമഹുല്ലാഹ് ഒരു വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോകുന്നു, ഒരങ്ങാടിയിലേക്ക് ചൊല്ലുന്നു. ഒരു ഷോപ്പിലേക്ക് കയറി ചെന്നപ്പോ ഒരാൾ ചെന്ന് പറഞ്ഞു, ഇത് ഈ വന്ന ആൾ ആരാണെന്നറിയുമോ? അത് മഹാനായ ഇബ്നു മുഹൈരീസ് റഹിമഹുല്ലായാണെന്ന് ആ ഷോപ്പുകാരനോട് വേറെ ഒരാൾ വന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ വന്നപ്പോ
ആ ഷോപ്പുകാരന് സന്തോഷമായി. അള്ളാഹുവിന്റെ ഒരു വലിയ ഒരു ആരിഫോ ഒരു ആലിമോ അല്ലേ ഈ വന്നിരിക്കുന്നത്, തന്റെ ഷോപ്പിലേക്ക് വന്നിരിക്കുന്നത്. അബ്ദുല്ലാഹിബ്നു മുഹൈരീസ് ഒരു വസ്ത്രം വാങ്ങാൻ വന്നതാണ്. വളരെ സ്നേഹത്തോടുകൂടെ വില കുറച്ചു കൊടുത്തിട്ട് മഹാനവറുകൾക്ക് ആ വസ്ത്രം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ടവർ അതിന്റെ വില എത്രയാണെന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ആദ്യം. പിന്നെയാ അറിഞ്ഞത് ഷോപ്പുടമ ഇത് വലിയൊരു മഹാനാണ് ഈ വന്നിരിക്കുന്നത് എന്ന്. മഹാനവറുകൾ ആ വസ്ത്രം വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നമാ ഇന്നമാ നശ്തരീ ബി അംവാലിനാ ലസ്നാ നശ്തരീ ബി ദീനിനാ. ഞാൻ വസ്ത്രം വാങ്ങിക്കാൻ വന്നത് എൻ്റെ കയ്യിലെ പൈസ കൊണ്ടാണ് ഞാൻ വാങ്ങിക്കാൻ വന്നത്. എൻ്റെ ദീന് വിറ്റുകൊണ്ടല്ല ഞാൻ പൈസ വാങ്ങിക്കാൻ വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ദീന് വിറ്റുകൊണ്ടല്ല ഈ വസ്ത്രം വാങ്ങിക്കാൻ വന്നത്. ഞാനൊരു ആലിമാണെന്നറിഞ്ഞതിൻ്റെ പേരിൽ എന്നോട് പൈസ വാങ്ങാതെ നിങ്ങൾ എനിക്ക് തരുന്നത് ഞാനൊരു ആലിമാണെന്ന് എൻ്റെ ദീനിന് നിങ്ങൾ തരുന്ന പകരമാണോ? ഞാൻ വസ്ത്രം വാങ്ങിക്കുന്നത് എൻ്റെ പൈസ കൊണ്ടാണ്. ഞാൻ കാശ് തരും. നിങ്ങളാരും എന്നെ ഒരു പ്രത്യേകമായി പരിഗണിച്ചിട്ട് എനിക്ക് നിങ്ങൾ പൈസ തരാ, എൻ്റെ ഈ വിൽപ്പനയിൽ ഇളവ് തന്ന് എന്നോട് പ്രത്യേകമായൊരു ഇളവ് അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ആ വസ്ത്രം വാങ്ങിക്കാതെ ഇറങ്ങിപ്പോന്ന മഹാനായ അബ്ദുല്ലാഹിബ്നു മുഹൈരീസ് റഹിമഹുല്ലാഹ് നമ്മുടെ നാടുകളിൽ ഒരുപാട് ആളുകൾക്ക് മാതൃകകളാണ്. മുതലാളിമാരുടെ കൂടെ നടക്കുന്നവർ, മുതലാളിമാരെ അവരുടെ പൈസക്ക് വേണ്ടി സ്നേഹിക്കുന്നത് ആലിമീങ്ങളുടെ സ്വഭാവമല്ല. അമീറന്മാരുടെ, നേതാക്കന്മാരുടെ, ഭരണാധികാരികളുടെ, അധികാരമുള്ള ആളുകളുടെ കൂടെ ചെന്നിരിക്കുകയോ മൻ ദഖല അല സുൽത്താൻ ഫഖദ് സഖതത് അമാനതുഹു. ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ അരികത്തേക്ക് ഒരു ആലിം കടന്നു ചെല്ലുകയാണെങ്കിൽ ആ ആലിമിന്റെ വിശ്വസ്തത അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മുടെ ഉലമാ ഫത്വ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ ഫത്വ? ഒരു ആലിം ഒരു അധികാരിയെ ചെന്ന് കാണുന്നത്, ഏതെങ്കിലും ഒരു ഗവർണറെ ചെന്ന് കാണുന്നത്, ഒരു മിനിസ്റ്ററെ ചെന്ന് കാണുന്നത്, ഒരു ചീഫ് മിനിസ്റ്ററെ പോയി കാണുന്നത്, ഒരു പ്രൈം മിനിസ്റ്ററെ ചെന്ന് കാണുന്നത്, ഒരു കിങ്ങിനെ പോയി കാണുന്നത്, ഒരു അധികാരിയെ ചെന്ന് കാണുന്നത് ദീനിന്റെ ഈ ശറഇന്റെ മാതൃകയിൽ നിന്നുകൊണ്ട് ശറഇന്റെ ഏതെങ്കിലും ഒരു നിയമം, അള്ളാഹുവിന്റെ ദീനിന് ഉയർച്ച കിട്ടുന്ന ഒരു കാര്യം ഒരു നേതാവിന്റെ ഒരു രാഷ്ട്രീയക്കാരന്റെ മുമ്പിൽ ചെന്ന് സത്യം തുറന്നു പറയാനാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അധികാരിയുമായുള്ള ബന്ധം ഉപയോഗിച്ച് അവരുമായുള്ള കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റേതെങ്കിലും സാധിപ്പിച്ചെടുക്കാനാണ് ആലിമും പോവുക എന്ന് ആ ഒരു അർത്ഥത്തിലാണ് ഉലമാ ആലിമെങ്കിലും ഏതെങ്കിലും ഒരു സുൽത്താനിന്റെ അധികാരിയുടെ മുമ്പിലേക്ക് എത്തിയാൽ ആ മനുഷ്യന്റെ അമാനത്ത് വിശ്വസ്തത പോയിരിക്കുന്നു, നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ പാടില്ലെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണത്? നിങ്ങളുടെ ദീനിന് പകരം നിങ്ങൾ അധികാരം പകരം ചോദിക്കുകയാണ്. ചെയ്യാൻ പാടുള്ളതല്ല. ഒരു വസ്ത്രം 4-5 ദിർഹം വരെയുള്ള വസ്ത്രം ഫ്രീ ആയി ഒരു ആലിമാണെന്ന് തോന്നി വെറുതെ കൊടുത്തപ്പോഴാണ് എനിക്കിത് വേണ്ട, ഞാൻ വാങ്ങിക്കുന്നത് എൻ്റെ പൈസ കൊണ്ടാണ്, എൻ്റെ ദീന് കൊണ്ടല്ല ഞാനിത് വാങ്ങിക്കുന്നത്. ബഹുമാന്യരായ ദീനിന്റെ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, ഉസ്താദുമാർ പ്രത്യേകമായി ചിന്തിക്കുക. ഏതെങ്കിലും രീതിയിൽ ഒരു പണ്ഡിതനാണ് എന്ന ആ ഒരു വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാളിൽ നിന്ന് ഔദാര്യം പറ്റാൻ, വീട് പണി നടക്കുന്നു, മക്കളെ കെട്ടിക്കാനുണ്ട്, മറ്റേതെങ്കിലും കാര്യം നടത്താനുണ്ട്, ഏതെങ്കിലും വിഷയത്തിൽ പൈസക്ക് ആവശ്യമുണ്ട്, കൂടെ ഉംറക്ക് വന്നവരുടെ അടുത്തേക്ക് പോകാം, കൂടെ ഹജ്ജിന് വന്നവരുടെ ഇന്നാലിന് പണ്ഡിതൻ, ഇന്നാലിന് മുതലാളിമാർ ഇന്നാലിന്റെ നാടുകളിലുണ്ടെന്നറിഞ്ഞു, അവരെടുത്ത് ചെന്ന് പറഞ്ഞു നോക്കാം. അമാനത്ത് നഷ്ടപ്പെടുന്ന വിഷയമാണത്. അള്ളാഹുലേക്ക് പറയും, റബ്ബിന്റെ മുമ്പിലേക്ക് കൈയുയർത്തി തവക്കുൽ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നവരാണ് ആലിമീങ്ങൾ, ഉസ്താദുമാർ. അവർ മുതലാളിമാരുടെ പിന്നാലെ നടക്കാനുള്ളവരല്ല. മുതലാളിമാർ അവർക്ക് സ്വതക്ക ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആലിമീങ്ങളുടെ അരികത്തേക്ക് ഇങ്ങോട്ട് വരേണ്ടവരാണ്. ദീൻ അവരുടെ ആവശ്യമാണ്, ആലിമിന്റെ മാത്രം ആവശ്യമല്ല. ആലിമീങ്ങൾ മുതലാളിമാരുടെ വാതിൽക്കൽ ചെന്ന് വച്ചാനിച്ചു നിൽക്കാനുള്ളവരല്ല. അത് ചെയ്യുന്നത് ഒരു ആലിമിന്റെ സ്ഥാനത്തോട് യോജിച്ചതുമല്ലെന്ന് നമ്മുടെ ഉലമാ എത്രയാണ് എഴുതി വെച്ചത്. ഗസാലി ഇമാമിന്റെ ഇഹ്യ ഒന്ന് എടുത്തു നോക്കി. എന്താണ് ഒരു ആലിമ് ചെയ്യേണ്ടത്? പണ്ഡിതന്മാർ ചെയ്യേണ്ടത് എന്താണ്? സാധാരണക്കാർ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ അമലുകൾ ദീൻ വിറ്റുകൊണ്ട് ദുന്യാവ് വാങ്ങുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. ഒരു ആലിമാണെന്ന് ഒരു പ്രിവിലേജും നമ്മൾ ആരിൽ നിന്നും പറ്റാൻ പാടുള്ളതല്ല. എന്റെ ദീൻ കൊണ്ടല്ല ഞാൻ ജീവിക്കേണ്ടത്, എന്റെ ദീൻ വിറ്റുകൊണ്ടല്ല ഞാൻ ജീവിക്കേണ്ടത്, ഞാൻ ജീവിക്കുന്നത് എന്റെ അധ്വാനം കൊണ്ടാണ്.
ഇത് പഠിപ്പിക്കുന്നത് ഇഖ്ലാസ് കർമ്മങ്ങളിൽ വേണമെന്ന് പറയാനാണ്. കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടിയായിരിക്കട്ടെ. അതിനാണ് അബ്ദുല്ലാഹി ഇബ്നു മുഹൈരീസ് റഹ്മഹുല്ലാ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്നത്. എനിക്ക് നിങ്ങളുടെ വസ്ത്രം വേണ്ട, എനിക്ക് ഫ്രീ ആയി തരേ, എനിക്കിത് വേണ്ട, എൻ്റെ ദീനിന് നിങ്ങൾ പകരം തരല്ല, ഞാൻ വാങ്ങിക്കുന്നത് എൻ്റെ പൈസ കൊണ്ടാണ്, ദീന് കൊണ്ട് നിങ്ങൾ ദുന്യാവ് വാങ്ങല്ലേ എന്ന് ഉലമാഇനോട് സൂചിപ്പിക്കാനും പണ്ഡിതന്മാരെ ഒന്ന് ഉണർത്താനുമാണ് ഈ ഉമ്മത്തിന്റെ മുൻഗാമിയായ അബ്ദുല്ലാഹി ഇബ്നു മുഹൈരീസ് റഹ്മഹുല്ലാ ഈ ഷോപ്പിൽ നിന്നിറങ്ങി വരുന്നത്. ജീവിതത്തിൽ എല്ലാവർക്കും തിരുത്തലുകൾ ആവശ്യമായി വന്ന കാലഘട്ടമാണിത്. നമ്മൾ ഓരോരുത്തർക്കും ആരും അതിന് അപവാദമല്ല. എല്ലാവരും ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങളോട് ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രയും ഇഷ്ടമായൊരു മുഹൂർത്തം കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞ മറുപടിയുണ്ട്. ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ മുഹൂർത്തം എന്തായിരുന്നു? ഏറ്റവും ഇഷ്ടമായത് എന്താണ്? അവര് പറഞ്ഞു, ഞാൻ ബഗ്ദാദിലേക്ക് പോയപ്പോ, നമ്മുടെ ജോർഡാനിൽ നിന്ന് ഇറാഖിലെ ബഗ്ദാദിലേക്ക് ചെന്നപ്പോ ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ ആരും അറിയുന്നവരവിടെ ഇല്ലായിരുന്നു. മഹാനവറുകൾ ഒരു പള്ളിയിൽ കയറി ചെന്നു. ആ പള്ളിയിലെ മുഅദ്ദിനിന് അറിയില്ല ഇത് മഹാനായ അള്ളാന്റെ വലിയായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളാണെന്ന്. അയാൾക്കറിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഉറങ്ങാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കാല് നിൽക്കുന്ന, ഈ പാദം നിൽക്കുന്ന 2 സ്ഥലത്ത് നിന്ന് ഉറങ്ങിക്കോട്ടെ, എൻ്റെ കാല് വെക്കാൻ ഇടം തരോ, ഞാൻ നിന്നുറങ്ങിക്കോട്ടെ. കാരണം അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ തെരുവ് നായകൾ കടിച്ചു പോകില്ലേ, അതുകൊണ്ട് ഞാൻ ഈ പള്ളിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് ചാരി ഉറങ്ങിക്കോട്ടെ, എനിക്ക് കിടക്കേണ്ടതില്ല, ഞാനിവിടെ വന്ന ഒരു വിദേശിയാണ്, ഈ നാട്ടുകാരനല്ല. മഹാനവറുകൾ അവിടെ ഇരുന്ന് ഉറക്കിനിടയിൽ അവിടെ ഇരുന്ന് പോയപ്പോ 2 കാലും പിടിച്ചു വലിച്ച് ആ പള്ളിയിലെ മുഅദ്ദിൻ മഹാനവറുകളെ പള്ളിയിൽ നിന്ന് വലിച്ച് താഴെയിട്ട ഒരു സമയമുണ്ട്. ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹൂർത്തം ആ നേരമായിരുന്നു. ആരും കൂടെയില്ലാതെ, മുരീദീങ്ങൾ കൂടെയില്ലാതെ, ഖാദിമീങ്ങൾ കൂടെയില്ലാതെ, പരിവാരങ്ങൾ കൂടെയില്ലാതെ, ആരാലും അറിയപ്പെടാതെ ഒരു സാധാരണ മുസ്ലിമിനെ പോലെ ജീവിച്ച് ഞാൻ ആരാണെന്ന് പോലും അറിയാതെ എന്നെ ഒരു സാധാരണക്കാരനെ പോലെ കണ്ട് എൻ്റെ കാല് പിടിച്ച് അയാൾ പുറത്തേക്ക് വലിച്ചിട്ട ആ നേരം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവമാണെന്ന് നമ്മുടെ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാണ് അവരിതൊക്കെ പറയുന്നത്? ഖൽബിന്റെ ഉള്ളിലേക്കാണ് നമ്മുടെ അമൽ പോകുന്നത്. അമലിന്റെ പ്രഭവം ഹൃദയമാണ്. ഹൃദയം ശുദ്ധമല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമുണ്ടോ? ഏത് പ്രവർത്തനം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഖൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്തകൾ മോശമാണെങ്കിൽ, ആ ഒരു ചികിത്സ നമ്മുടെ ഖൽബിന് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അമലുകൾ മുഴുവനും വെള്ളത്തിലാണ്, നഷ്ടത്തിലാണ്. അള്ളാഹു നമ്മുടെ അമലുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഖൽബുകൾക്ക് അള്ളാഹുവിന് വേണ്ടി മാത്രം فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. റബ്ബേ, ഞാൻ ചെയ്യുന്നത് ആരുടെയും കയ്യടി കിട്ടാനല്ല. ഒരു ആത്മാർത്ഥതയുള്ള ഒരു അമലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് സത്യമാണെങ്കിൽ, 4 ആള് പ്രശംസിച്ചു പറഞ്ഞാൽ നിങ്ങളതിൽ സന്തോഷിച്ചു പോവണ്ട. 4 ആള് നിങ്ങളെ ചീത്ത പറഞ്ഞാൽ നിങ്ങളതിൽ സങ്കടപ്പെടരുത്. പ്രശംസിച്ചാലും ചീത്ത പറഞ്ഞാലും ഒരുപോലെ. അങ്ങനെ ഒരു തലത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇഖ്ലാസിന്റെ അടയാളമാണ്. ആര് ചീത്ത പറഞ്ഞാലും പ്രശ്നമല്ല, ഇനി പുകഴ്ത്തി പറഞ്ഞാലും പ്രശ്നമല്ല, രണ്ടും ഒരുപോലെയാണ്. എന്തുകൊണ്ട്? ആളുകൾ കൈയടിക്കാനല്ല ഈ പറയുന്നത്, ആളുകൾ സ്വീകരിച്ച് പുകഴ്ത്തി പറയാനല്ല ഈ ചെയ്യുന്നത്. എന്തിനാ? എൻ്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ചൊല്ലുമ്പോ അള്ളാഹു സ്വീകരിക്കാനാണ്. പിന്നെ അള്ളാഹിന്റെ പടപ്പുകൾ എന്ത് പറഞ്ഞാൽ എന്ത് വിഷയം, ആ രീതിയിൽ ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് അമലുകൾക്ക് സ്വീകാര്യതയുണ്ടാകുന്നത്. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിൻ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ
وعلى آل سيدنا محمد وبارك وسلم عليه. കൈയും കാലൊക്കെ ഒന്ന് ഉയർത്തി നോക്കി, ഒന്ന് ഒരു വാമപ്പ് ചെയ്യാന്ന് പറയില്ലേ, കുറേ നേരം ഇരുന്നിട്ട് കൈയും കാലൊക്കെ തരിച്ചു പോയിട്ടുണ്ടെങ്കിലേ അൽഹംദുലില്ലാ. നമ്മുടെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് അയക്കുന്നുണ്ട്. അപ്പൊ ആണുങ്ങളുടെ ഭാഗത്തേക്കില്ലേ? ആണുങ്ങൾക്ക് ബക്കറ്റ് ഒന്നും വേണ്ട, അയച്ചോ. കുറച്ച് കഴിഞ്ഞിട്ട് ആണുങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എന്താ നമ്മുടെ അടുത്തേക്ക് വരാത്തതെന്ന് ചോദിക്കണ്ട. ഈ ബക്കറ്റിൽ കൊടുക്കുന്നുണ്ടല്ലോ, അത് വല്ലാത്തൊരു സംഭവമാണ്. നമ്മളിവിടുന്ന് ആരാ വൈകുന്നേരം തരാനുള്ളത്? ഞാൻ ഒന്നുമല്ല. സാധുവിൻ്റെ കൽബില് ഞാൻ 10,000 കൊടുക്കാന്ന് ഒപ്പല്ലോലൊക്കെ അറിഞ്ഞല്ലോ. മൂലേരി അപ്പോൾ പേരും ചോദിക്കും, എന്താ പേര്, എന്നിട്ട് അങ്ങോട്ട് ദോരക്കും. അപ്പം ഇയാളുടെ കൽബിൽ ഇങ്ങനെ തോന്നുകയാണ്, റബ്ബേ മുതലായി 10,000 കൊടുത്ത്, മുതലായി എന്നല്ല നഷ്ടമായി. അത് നമ്മൾ മനസ്സിലാക്കിയത്. ബക്കറ്റിൽ വരുമ്പോൾ എത്രയെന്നറിയോ? നിങ്ങൾ ഇട്ട് കൊടുത്ത് എത്രയെന്ന് ബക്കറ്റായിട്ട് വരുന്നോന്ന് തന്നെ കാണുന്നുണ്ടാവില്ല. നിങ്ങളും പടച്ചോനെ കൊടുക്കുക. ബക്കറ്റിൽ വരുമ്പോഴൊക്കെ 5ഉം 10 ഇട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചോദിച്ചു പറഞ്ഞാൽ പിന്നെ കുറേ ആൾക്കാർ, ചിലരൊക്കെ ആദ്യമേ ഏർപ്പാടാക്കി നിർത്തുന്നതാണ് കേട്ടത്. 1,00,000 നിങ്ങൾ പറയണം കേട്ടോ, തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ പറഞ്ഞാലേ 4 ബാക്കിൽ പറയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ 1,00,000 പറയാം, മറ്റോ അവിടെ നിന്നും പറയാം, മറ്റോ ഇവിടെ നിന്നും പറയാം, ബാക്കിയൊക്കെ ആൾക്കാരങ്ങ് തന്നോളൂ. ഈ പറഞ്ഞോലും തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ റെഡി ആയി നിന്നാൽ മതി. ഇങ്ങനെ ഞങ്ങൾ ആരും അറിയുമായിരുന്നില്ല അവരത് ചെയ്തിരുന്നുവെന്ന് മരണശേഷം വീട്ടുകാർ പറയുമ്പോഴാ നമ്മൾ പോലും മറിഞ്ഞു പോവാറുള്ളത്. ഏതെങ്കിലും അതിഥികൾ വീട്ടിലേക്ക് വന്നാൽ അതിഥികൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയോ താഴെ വന്ന് നിൽക്കുകയോ ചെയ്യുന്ന സമയം ഇവർ ഇബാദത്തുകളിലായിരുന്നു, ആരും അറിയുമായിരുന്നില്ല. അങ്ങനെ ഇബാദത്ത് ചെയ്തിരുന്ന ആളുകളെയാണ് ഞാൻ കണ്ടത് എന്ന്. ലഖദ് അദ്റകതു അഖ്വാമാ മാ കാനൂ അലാ അമലിൻ യഖ്ദിറൂന അൻ യഅമലൂഹു ഫിസ്സിർരി ഫയകൂനു അലാനിയതൻ അബദാ. ഹസനുൽ ബസ്രി തങ്ങൾ പറയാൻ, ഏതെങ്കിലും ഒരു കർമ്മം സ്വകാര്യമായി ചെയ്യാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച ഒരാളും ആ സ്വകാര്യമായി ചെയ്യാൻ കഴിയുമായിരുന്നത് പരസ്യമായി ചെയ്യുമായിരുന്നില്ല. എന്തുകൊണ്ട്? കർമ്മങ്ങളിലേക്ക് പിശാച് കടന്നു വരും. പിശാച് മനുഷ്യന്റെ ഇഖ്ലാസിൽ ഇടപെടും. അല്ലാഹുവേ, ഞങ്ങളുടെ അമലുകൾ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ്. ഇവിടുത്തെ മുസ്ലിം വെൽഫെയർ ചെയ്ത ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരു പത്രത്തിലും പരസ്യപ്പെടുത്തിയിട്ടില്ല, ഒരാളോടും വിളിച്ചു പറഞ്ഞിട്ടില്ല. ആ രീതിയിൽ സ്വകാര്യമായി ചെയ്യാൻ ഭാഗ്യമുണ്ടായത് ഈ മുസ്ലിം വെൽഫെയർ സംഘത്തിന്റെ ഇതിന്റെ പ്രത്യേകതയാണ്. അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. അങ്ങനെ തന്നെ തുടരട്ടെ. ആരാരും അറിയാതെ അള്ളാഹു മാത്രം അറിയുന്ന രീതിയിൽ കർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അതിന്റെ ഫലം ഈ ഉമ്മത്തിലുണ്ടാകും. നമ്മൾ വിചാരിക്കും പറഞ്ഞാലല്ല ആളുകൾ അറിയുമെന്ന്. വേണ്ട, നമ്മളതോ കമ്മീഷൻ പറ്റാൻ ചെയ്ത പണിയാണല്ലോ ഇതെന്ന് മുഅ്മിനിന്റെ ഖൽബിൽ അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കും. അത് അല്ലാഹു ചെയ്യുന്ന പണിയാണ്. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പത്രമാധ്യമങ്ങളിലൂടെ മറ്റു നമ്മുടെ മീഡിയകളിലൂടെ കാര്യങ്ങൾ, നന്മകൾ വിളിച്ചു പറയാനുള്ളതല്ല, നന്മകൾ മറച്ചു പിടിക്കാനുള്ളതാണ്. അപ്പോഴേ ഇഖ്ലാസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അവരോട് ചോദിച്ചു, ഇബ്രാഹിം അദ്ഹം തങ്ങൾ എവിടുന്ന് ഇൽമ പഠിച്ചതെന്നറിയുമോ? ഇൽമ പഠിച്ചത് എവിടുന്നാണെന്നറിയുമോ? മഹാനവറുകൾ പറഞ്ഞു ഖദ് സമിഅ മിനൻ നാസ് വലഹു ഫളലുൻ ഫീ നഫ്സിഹി. ബഹുമാനപ്പെട്ടവർ ഒരുപാട് ഇൽമുള്ള ആളാണ്, എന്നിട്ടും തന്നെക്കാളും ഇൽമ കുറഞ്ഞവരിൽ നിന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഇൽമ പഠിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, പള്ളിന്ന് വലിച്ചഴിച്ച് പുറത്തിട്ടു എന്ന് പറഞ്ഞ മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ ഒരുപാട് ആളുകൾ ഇൽമ പഠിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ പറയട്ടെ, അവർ പറയാണ്, ബഹുമാനപ്പെട്ടവർ കാന സാഹിബ സറായിർ, ഒരുപാട് രഹസ്യമായി അമൽ ചെയ്യുന്ന ആളായിരുന്നു. ഒരു തസ്ബീഹ് പോലും ഉറക്കെ ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടില്ല. തസ്ബീഹ് ഉറക്കെ ചൊല്ലുന്നത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും മൈക്കിൽ ഉറക്കം വിളിച്ചു പറയല്ലേ, നമ്മളങ്ങനെ ചെയ്യാറില്ലേ? എന്തിനാണത്? എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഞങ്ങളിവിടെ കൂട്ടായിട്ട് ദിക്ർ ചൊല്ലുകയാണ്, നിങ്ങളൊക്കെ കേട്ടോളി. അങ്ങനെയല്ല, ഇവിടെ ദിക്ർ നടക്കുന്നുണ്ട്, അറിയിപ്പ് കൊടുത്തു, മതി. പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ വിവിധ മതവിശ്വാസികളൊക്കെ ജീവിക്കുന്ന നാടാണെങ്കിൽ നമ്മുടെ പള്ളിയിൽ നിന്ന് 5 നേരം ഉയരുന്ന അദാൻ, ബാങ്ക്, അതുപോലും നിന്നുപോകുന്ന രീതിയിൽ നമ്മൾ നാട്ടിൽ നമ്മുടെ പള്ളിയിൽ നടക്കുന്ന മറ്റ് വിഷയങ്ങളൊക്കെ അതിൻ്റെതായ സന്ദർഭങ്ങളിലല്ലാതെ നമ്മൾ ഉറക്കെ പുറത്തു വിടുമ്പോൾ നമുക്കൊരാവേശം തോന്നും.
ചെറുപ്പക്കാരായിക്കോട്ടെ, ഏതെങ്കിലും ഒരാൾ, ഇവിടെ അടുത്ത വീട്ടിലൊരു പാവപ്പെട്ട ആൾ വളരെ പ്രയാസത്തിലാണ്, സക്രാത്തിൽ കിടക്കുന്ന ആളാണ്, മൈക്കിൻ്റെ ശബ്ദം ഒന്ന് ഓഫ് ചെയ്താൽ നമ്മൾ കേൾക്കൂലേ, നമ്മൾ അയാൾക്കെതിരെ ചാടും. നിങ്ങൾ ആരാ പറയാൻ അല്ലേ? അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു കൂട്ടർ നല്ല അഭിപ്രായം പറയുമ്പോഴേക്കും അതിനങ്ങോട്ട് എതിർക്കും. എന്തിന്? ഇത് ആളുകൾ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. വല്ല കാര്യമുണ്ടോ? എത്രയോ തസ്ബീഹിൻ്റെ മജ്‌ലിസുകൾ നടക്കും, ഭയങ്കരമായ ബഹളങ്ങൾ വെച്ചിട്ട്. ദിക്റുകളും സ്വലാത്തുകളും വളരെ മനോഹരമായി ശാന്തമായി ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് അങ്ങനെയാ ചെയ്യുക. അപ്പോഴാണ് അതിൽ ഇഖ്ലാസ് വരും. അല്ലെങ്കിൽ എന്തോ ഒരു ആവേശം വരും. ആവേശത്തിനുള്ള കുറവൊന്നുമില്ലല്ലോ, ഇപ്പോൾ എല്ലാറ്റിനും ആവേശമാണ്. ഇത് ഇൽമിന്റെ വിഷയത്തിൽ അമലുകൾ പൂഴ്ത്തിവെക്കണം, മറച്ചുപിടിക്കണം എന്ന് പറഞ്ഞ വിഷയത്തിൽ നമ്മൾ ഒരൽപ്പം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലിയ വിഷയമാണ്. ഒരു തസ്ബീഹ് പോലും ഉറക്കെ ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടില്ലെന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് തങ്ങൾ. വലാ ശൈഅൻ മിനൽ ഖൈർ, അദ്ദേഹം ചെയ്യുന്ന നന്മകളൊക്കെ വളരെ രഹസ്യമാണ്, വളരെ രഹസ്യമാണ്. ആളുകൾ അറിയാതെയാണ് ചെയ്തിരുന്നത്. ആളുകൾ അറിയാതെ ആളുകളെ കാണിക്കാതെ ചെയ്തിരുന്ന മഹാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. വിലായത്തിന്റെ വലിയ മർത്തബയിലേക്ക് എത്തിയ മഹാനല്ലയോ അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ. പറയട്ടെ, മഹാനവറുകൾ ഏതെങ്കിലും ഒരു സദസ്സിൽ ചെന്നാൽ അവസാനം ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്ന ആളാണ്. എന്തിനാണെന്നറിയോ? കൂടുതലുള്ള ആളുകൾ ചിന്തിച്ചു പോവണ്ട, ഇദ്ദേഹം വലിയൊരു പരിത്യാഗിയ, ഭക്ഷണം തീരെ കഴിക്കാത്ത ആളാണ്, തീരെ ഭക്ഷണം തൊടാത്ത ആളാണെന്ന് കൂടെ വന്നവർക്ക് തോന്നണ്ട. അതുകൊണ്ട് ഭക്ഷണത്തിൽ കൈവച്ചുകൊണ്ട് മെല്ലെ തിന്നുകൊണ്ട് അവസാനം എഴുന്നേൽക്കുന്ന പതിവുണ്ട്. ഇബ്രാഹിം അദ്ഹം തങ്ങൾക്ക് കൂടുള്ളവരൊക്കെ വിചാരിച്ചോട്ടെ ഇദ്ദേഹം നന്നായി തിന്നുന്ന ആളാണ്. അദ്ദേഹം തിന്നുന്ന ആളല്ല, തിന്നാറുമില്ല. എന്നാൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ആളുകൾക്ക് തോന്നില്ലേ? അത് തോന്നാതിരിക്കാൻ അവിടെ തന്നെ ഇരിക്കും. അവസാനം എഴുന്നേൽക്കും. ഒരു സംഘത്തിന്റെ കൂടെ ഇരുന്നാൽ അവസാനം എഴുന്നേൽക്കും ഇബ്രാഹിം അദ്ഹം തങ്ങൾ. അങ്ങനെ കർമ്മങ്ങൾ പൂഴ്ത്തിവെക്കുമായിരുന്നു ഇബ്രാഹിം അദ്ഹം തങ്ങൾ എന്ന് അവരുടെ കാലക്കാരനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ഇത് കണ്ട് പഠിച്ചപ്പോഴാ വലിയൊരു അത്ഭുതം നടന്നത്. അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ പങ്കെടുത്ത ഒരു യുദ്ധമുണ്ട്, റോമക്കാരുമായി നടന്നൊരു യുദ്ധം. മുസ്ലിമീങ്ങൾ യൂറോപ്പുകാരുമായൊരു യുദ്ധം നടന്നപ്പോ ആ യുദ്ധത്തിൽ ഭീമനായ, ശക്തനായ, നല്ല കരുത്തുള്ള ഒരാൾ ദ്വന്ദ്വ യുദ്ധത്തിന് വിളിച്ചു. ഒരു ഡ്യുവൽ ഫൈറ്റിംഗ് നടക്കും. അന്നത്തെ യുദ്ധം നടക്കുമ്പോ രണ്ട് ഭാഗത്തു നിന്നുള്ളവർ, ഓരോ സംഘത്തിലും പ്രധാനികളായ രണ്ടാളുകൾ ദ്വന്ദ്വ യുദ്ധം നടക്കും. എന്നോട് നേരിടാനുണ്ടോ എന്ന് ചോദിച്ച് നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യും. അങ്ങനെ ഒരാൾ യുദ്ധത്തിനിറങ്ങി. മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾ അയാളുടെ പടപരുതാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയപ്പോ അയാളെ കൊന്നുകളഞ്ഞു. അടുത്ത ആള് പോയി അയാളെയും കൊന്നു. മൂന്നാമത്തെ ആളും ഇറങ്ങിച്ചെന്നപ്പോ അയാളെയും ഈ ശത്രു, റോമക്കാരനായ യൂറോപ്യനായ ശത്രു വളരെ പെട്ടെന്ന് വകവരുത്തിയപ്പോഴാണ് മുഖം മൂടി ധരിച്ച്, മുഖം മറച്ച് മുസ്ലിമീങ്ങളുടെ സൈന്യത്തിൽ നിന്ന് ഒരാളങ്ങ് ചാടിയെത്തുന്നത്. ചാടിയെത്തിയിട്ട് വളരെ പെട്ടെന്ന് ആ മല്ലനായിരുന്ന ശത്രുവിനെ വകവരുത്തി വന്നപ്പോ എല്ലാ മുസ്ലിമീങ്ങളും അവരുടെ ചുറ്റും കൂടി നിന്നു. ആരാണ് ഇയാളെന്നറിയാൻ. ആരാ ഇത് ചെയ്തത്? ആരാണ് ഇയാൾ? കാരണം ഓരോരുത്തരെയായി വകവരുത്തിയ ഈ ദുഷ്ടനെ ഒരൊറ്റ നേരം കൊണ്ട് വകവരുത്തി ധീരൻ ആരാണ്? നോക്കുന്ന സമയത്ത് മഹാനവറുകൾ മുഖം മൂടി ധരിച്ചിട്ടുണ്ട്. ആ മുഖം മൂടി ഒന്നിങ്ങോട്ട് വലിച്ചെടുത്തു. കൂടെ വന്നിരുന്ന അബൂ അംർ എന്നവര് മുഖം മൂടി വലിച്ചെടുത്തു. നോക്കുമ്പോൾ അത് മഹാനായ അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങളാണ്. എന്തുകൊണ്ട്? ഞാനൊരു ധീരനാണെന്ന് ഇവരറിയണ്ട, ഞാനാണിത് ചെയ്തതെന്നവരറിയണ്ട, ഞാനാണിത് കാണിച്ചതെന്നറിയണ്ട എന്ന് വിചാരിച്ച് സ്വന്തം മുഖം മറച്ചു പിടിച്ച് ആരാരും മറിയണ്ടെന്ന് കരുതി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ആലിമായിരുന്നു, ആബിദായിരുന്നു അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ വലിയൊരു അത്ഭുതമുണ്ട്. അവരുടെ ഉപ്പ മുബാറക് എന്നവരടിമയായിരുന്നു. ആ അടിമയെ ഒരു തോട്ടം ഏൽപ്പിച്ചു പോയ തോട്ടത്തിന്റെ മുതലാളിയാണ് അവരുടെ മോളെ ഈ അടിമയായ മുബാറക് എന്നവർ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. കാരണം മുതലാളി ഒരിക്കൽ തോട്ടത്തിലേക്ക് വന്നപ്പോ ചോദിച്ചു, മുബാറക്കെ നല്ല മധുരമുള്ള മുന്തിരി കൊണ്ടുവാ എന്ന് പറഞ്ഞു. ഒരു മുന്തിരിത്തോട്ടമാണ്, ജോർഡാനിലാണ് സംഭവം. അപ്പോ ഒരു മുന്തിരി കൊണ്ടുവന്നപ്പോ ഇത് പുളിയാണല്ലോ, മധുരമുള്ളത് കൊണ്ടുവാ. വേറൊന്ന് കൊണ്ടുവന്നു, അതും പുളിയാണല്ലോ, നിനക്ക് മധുരമുള്ളത് അറിയില്ലേ, വേറൊന്ന് കൊണ്ടുവാ. അത് കൊണ്ടുവന്നപ്പോ അതും പുളിയാണ്. അപ്പൊ ചോദിച്ചു മുതലാളി, എടോ മുബാറക്, എത്ര വർഷമായി എന്റെ തോട്ടത്തിൽ ജോലി എടുക്കുന്നു, ഇതിൽ മധുരമുള്ളതേതാ പുളി ഏതാ നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു.
എൻ്റെ മുതലാളി, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച കാലം മുതൽ ഈ തോട്ടത്തിൽ നിന്ന് ഒന്നുപോലും ഞാൻ എൻ്റെ വായിലേക്ക് വെച്ച് നോക്കിയിട്ടില്ല. കാരണം നിങ്ങൾ അതിനെനിക്ക് സമ്മതം തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാനിതിന്ന് തിന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. 10-20 കൊല്ലം ജോലിയെടുത്ത് ചെറുപ്പക്കാരനായി ടീനേജറായി തൻ്റെ കൂടെ ജോലിക്ക് വന്നിട്ട് ഇത്രയും വർഷത്തിനിടക്ക് മധുരമുള്ള മുന്തിരി ഏതാ ഇല്ലാത്തതേതാ നോക്കിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഫ്രൂട്ട്സ് കടയിലൊക്കെ കയറിയിട്ട് അങ്ങനെ വായിലിട്ട് പോരുന്നില്ലേ? മുതലാളിമാരോട് ചോദിക്കാതെ പൈസ എടുത്ത് പോരുന്നില്ലേ? ജോലിക്ക് ചെയ്യുന്ന സമയത്ത് കള്ളക്കണക്കുണ്ടാക്കിയിട്ട് പൈസ അടിച്ചു മാറ്റി പോരുന്നവരില്ലേ? ഒന്നാലോചിച്ചു നോക്കി. ആ ഒരു കർമ്മം കണ്ടപ്പോഴാണ് മുതലാളി പറഞ്ഞത്, മുബാറക്കെ, നിങ്ങൾക്ക് കല്യാണം കഴിക്കണ്ടേ? അടിമയായ എനിക്ക് ആര് കെട്ടിച്ചു തരും? മുബാറക്കെ, നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ ഞാൻ എൻ്റെ മോളെ വിവാഹം ആലോചിച്ചോട്ടെ. മുതലാളി, നിങ്ങളുടെ മോളെയോ? അല്ലാഹ്, ആ മോളോട് ചോദിച്ചിട്ട് മതി. അടിമയായി എന്നെ അവർക്ക് പിടിച്ചില്ല എന്ന് വരും. അതുകൊണ്ട് നിങ്ങളുടെ മോളോടൊന്ന് ചോദിക്കിൻ, എന്നെ പിടിക്കോ, എന്നെ പറ്റുമോ എന്ന് ചോദിക്കിൻ. മോളോട് ചോദിച്ചു, മോളെ, ദീനും അമാനത്തും ഇഷ്ടപ്പെട്ടാൽ ഇദാ അതാകും മൻ തർലൗന ദീനഹു വ അമാനതഹു ഫസവ്വിജൂ. അങ്ങനെയല്ലേ നബി തങ്ങൾ പറഞ്ഞത്? ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ദീനും അയാളുടെ വിശ്വസ്തതയും നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ പെൺമക്കളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാം. ഇതല്ലേ നബി തങ്ങൾ പറഞ്ഞത്? നമുക്ക് തോന്നുന്നു നബി തങ്ങൾ വിസ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ തോന്നൂല്ലേ? ആ വിസ ഫാമിലി സ്റ്റാറ്റസ് ഉള്ളത് തന്നെയാണോ? 6 മാസം കൂടുമ്പോൾ വരാൻ പറ്റുന്ന ആളാണോ? ഇതൊക്കെ നമ്മൾ ചോദിക്കുക. എത്രയാ ബിസിനസ്, എത്രയാ വരുമാനം? നബി പറഞ്ഞത്, ഇദാ അതാകും മൻ തർലൗന ദീനഹു വ അമാനതഹു ഫസവ്വിജൂ ഇല്ലാ തകുൻ ഫിത്നതുൻ ഫിൽ അർളി വ ഫസാദുൻ അരീദ്. അതുകൊണ്ട് മോളെ, ദീൻ ഇഷ്ടമായ വിശ്വസ്തതയുണ്ട് എന്ന് വാപ്പാക്ക് ബോധ്യപ്പെട്ട ഒരാളുണ്ട്. അയാൾ അടിമയാണ്, പക്ഷേ ആ അടിമയെ നീ അറിയുന്ന ആളാണ്. മുബാറക്കാണ്, നമ്മുടെ മുബാറക്കാണ്. മുബാറക്കിനെ നിനക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? അള്ളാഹുവിനെ ഇഷ്ടമായ ആ ചെറുപ്പക്കാരി പെൺകുട്ടി മുതലാളിയാണിത്, മുതലാളിയുടെ മോളാണിത്. ഉപ്പാ, ആ മനുഷ്യന്റെ ദീനും വിശ്വസ്തതയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എനിക്കും അത് തന്നെയാണ് വേണ്ടത്. അടിമയായത് എനിക്ക് പ്രശ്നമല്ല, നിങ്ങൾക്കവരെ എനിക്ക് വിവാഹം ചെയ്തു തന്നേക്കണം. അങ്ങനെ വിവാഹം ചെയ്ത ആ വിവാഹത്തിൽ നിന്ന് ജനിച്ച മോനാണ് ലോകം കണ്ട പ്രഗത്ഭനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. അവരാണ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്നത്. അവരാണ് ഇബ്രാഹിം അദ്ദേഹം തങ്ങളോട് കൂടെയുള്ള അനുഭവങ്ങൾ നമുക്ക് വിവരിച്ചു തന്നത്. ആരും അറിയാതെ മുഖം മൂടി ധരിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ മുഖത്ത് നിന്നും മുഖം മൂടി അബൂ ഖാലിദ് എന്നവരെ പിടിച്ച് ചീന്തിയപ്പോഴാ അറിയുന്നത് ഇതാണ് ലോകത്തിന്റെ ഗുരുവായി വന്ന മഹാനായ അല്ലാമ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആണെന്ന്. നബി തങ്ങൾ പറയുമായിരുന്നു, മൻ ലബിസ ലിബാസൽ ഇസ് അൽബസഹുല്ലാഹു ലിബാസദ്ദുൽ. ഏതെങ്കിലും ഒരാൾ ആളുകളുടെ മുമ്പിൽ വലിയ ആളാണെന്ന് നടിക്കാൻ വേണ്ടി അഭിമാനത്തിന്റെ വസ്ത്രം ഇട്ട് നടന്നാൽ, അഭിമാനത്തിന്റെ വസ്ത്രമണിഞ്ഞാൽ, മൻ ലബിസ ലിബാസൽ ഇസ്സി, അഭിമാനത്തിന്റെ വസ്ത്രമണിഞ്ഞാൽ, അഭിമാനം കിട്ടാൻ വേണ്ടി ഏതെല്ലാം രീതിയിൽ ചെയ്യാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ചുറ്റുപാടുകളിൽ, വാഹനങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, ഇടപെടലുകളിൽ, വസ്ത്രധാനത്തിൽ, സംസാരത്തിന്റെ ശൈലിയിൽ, ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ കൽബിനുള്ളിലെ അഹങ്കാരത്തിന്റെ സ്വരം പുറത്തു വരുന്ന രീതിയിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അൽബസഹുല്ലാഹു ലിബാസദ്ദുൽ, അപമാനത്തിന്റെ വസ്ത്രം അല്ലാഹു അവരെ അണിയിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ഇത് അല്ലാഹുവിന്റെ ശരീഅത്താണ്. 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യന്റെ ആത്മാവിനെ സംസ്കരിക്കാൻ കൊണ്ടുവന്ന ദീനാണ് ദീനുൽ ഇസ്ലാം. സംസ്കാരമാണ് ദീൻ എന്ന് പറയുന്നത്. ദീൻ എന്ന് പറയുന്നത് ആത്മാവിന് കിട്ടുന്ന ചമൽക്കാരമാണ്, ആത്മാവിന്റെ പ്രകാശമാണ്. ആ പ്രകാശം ഇഖ്ലാസിലൂടെയല്ലാതെ അല്ലാഹു നൽകുകയില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളെ പോലെ തന്നെ മസ്ലമത്ത് ഇബ്നു അബ്ദുൽമായി നടന്ന പ്രതിരോധം അവിടെ പാതി വഴിയിൽ നിർത്തി തിരിച്ചു വരേണ്ടി വരുമോ എന്ന് ഉദ്ദേശിച്ചപ്പോഴാണ് ആ കോട്ടയുടെ മൂലയിൽ ഒരുത്തൻ ചെന്നിരിക്കുന്നത്. മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾ അതിന്റെ മൂലയിൽ ചെന്ന് അകത്ത് കയറാൻ വഴികൾ മുഴുവനും അടക്കപ്പെട്ടപ്പോ മണ്ണ് മാന്തിയെടുത്ത് രാവും പകലും അധ്വാനിച്ചൊരു കുഴിയുണ്ടാക്കി. ആ കുഴി ഒരു തുരങ്കമായി വികസിപ്പിച്ച്
കോട്ടക്കുള്ളിലേക്ക് മുസ്ലിമായ ഈ ഒരു മനുഷ്യൻ മാത്രം, ആ മനുഷ്യന്റെ പേര് പോലും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കിട്ടിയില്ല. അല്ലാഹുമ്മ ഹ്ശുർനീ മഅ സാഹിബിൻ നഫഖ് എപ്പോഴും ദുആ ഇറക്കുമായിരുന്നു മസ്ലമ. അല്ലാഹുവേ, ഈ തുരങ്കമുണ്ടാക്കിയ ആളിന്റെ കൂടെ നാളെ പരലോകത്ത് നീ എന്നെ ഒരുമിച്ച് കൂട്ടിത്തരയണമേ. ആ തുരങ്കമുണ്ടാക്കി അകത്ത് കയറി ഒറ്റക്കൊരാൾ ശത്രുപാളയത്തിൽ ഒറ്റക്ക് നിന്ന് പോരാടിയിട്ട് യുദ്ധം ചെയ്ത് എല്ലാം ശത്രുക്കൾ അവരുടെ ഇടയിലൂടെ തുരങ്കമുണ്ടാക്കി പുറത്തുനിന്ന് അകത്ത് കയറി മെയിൻ ഡോർ അവർ തുറന്നു കൊടുത്തപ്പോൾ മുസ്ലിം സൈന്യം മിരച്ചു കയറി. അങ്ങനെയാണ് ആ യുദ്ധം വിജയിക്കുന്നത്. യുദ്ധം കഴിഞ്ഞപ്പോ മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക് എല്ലാവരെയും വിളിച്ചിട്ട് ചോദിച്ചു, ആരാണ് ആ തുരങ്കമുണ്ടാക്കിയ ആൾ? അയാൾ എൻ്റെ അരികത്തേക്ക് വരണം. അദ്ദേഹത്തിന് പ്രത്യേകമായ സമ്മാനമുണ്ട് എനിക്ക് കൊടുക്കാൻ, പ്രത്യേകമായ പാരിതോഷികമുണ്ട്. ആരാണ് ആ ചെയ്തതെന്ന് പറഞ്ഞു തരുമോ? ആരും മിണ്ടുന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും പറയാ? അത് ഞാൻ തന്നെ. ഇഷ്ടം പോലെ ആളുകളായിരിക്കും ഇതിന് അവകാശികൾ. ഒരാൾ പോലും കൈപൊക്കിയില്ല. എന്നിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ എൻ്റെ ഗേറ്റ് കീപ്പറോട് ആ വിഷയമൊന്ന് പറഞ്ഞറിയിക്കണം. അയാൾ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ എനിക്കറിയണം. അന്ന് രാത്രിയുണ്ട്. ഒരാൾ പാറാവുകാരന്റെ വാതിൽക്കൽ വന്നിട്ട് ചോദിക്കുന്നു, ആ തുരങ്കമുണ്ടാക്കിയ ആൾ ആവശ്യമുണ്ടെന്ന് അമീറുൽ മുഅ്മിനീൻ ചോദിക്കുന്നുണ്ടല്ലോ. ആ ആളെ എനിക്കറിയാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങളുടെ മസ്ലമയോട് ചെന്ന് പറയണം, അമീർമാരുമായി നടന്നൊരു യുദ്ധമുണ്ട്, തുരങ്കമുണ്ടാക്കിയ ആൾ ആരാണെന്ന്, ആരാണ് ഇതിന്റെ വിജയത്തിന് വഴിവെച്ചതെന്ന് എനിക്കറിയാം. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ആ ആളിന്റെ പേര് നിങ്ങൾ ചോദിക്കരുത്. അയാളുടെ പേരെവിടെയും എഴുതി വെക്കരുത്. അയാളെ ഒരിക്കലും രാജസദസ്സിലേക്ക് വിളിച്ചു വരുത്തരുത്. അയാൾക്ക് പ്രത്യേകമായ സമ്മാനങ്ങളൊന്നും കൊടുക്കരുത്. ഈ കണ്ടീഷൻ പാലിക്കാൻ മസ്ലമ റെഡിയാണെങ്കിൽ ആ മനുഷ്യന്റെ പേര് ഞാൻ വെളിപ്പെടുത്താം എന്ന് പറഞ്ഞു. ഗേറ്റ് കീപ്പർ നേരെ ഓടിച്ചെന്നു മസ്ലമയോട് ചെന്ന് പറഞ്ഞു, അമീർ, നിങ്ങൾ ചോദിക്കുന്ന ആൾ നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാൾ വന്നിരിക്കുന്നു. കടത്തിവിടണോ, വിട്ടയച്ചേക്കണം? അമീറുൽ മുഅ്മിനീൻ, ഞാൻ പറഞ്ഞ കണ്ടീഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. പേര് ചോദിക്കരുത്, ആൾ ആരാണെന്ന് ചോദിക്കരുത്, അയാളുടെ പേര് എവിടെയും എഴുതി വെക്കരുത്, അയാൾക്ക് പ്രത്യേകമായ സമ്മാനം തരരുത്, അയാൾ ഒരിക്കലും രാജസദസ്സിലേക്ക് വിളിച്ചു വരുത്തുകയും അരുത്. ആ കണ്ടീഷൻ പാലിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ആരാണ് ചെയ്തതെന്ന്. ആരാണത് പറഞ്ഞോളൂ. വലക ശർതുക്, നിങ്ങളുടെ നിബന്ധനകൾ ഞാൻ പാലിക്കാൻ ഒരുക്കമാണ്. ആരാണ് ചെയ്തത്? അത് ഞാനാണ്. അല്ലാഹു നിങ്ങൾക്കും സത്യവിശ്വാസികൾക്കും രക്ഷ തരട്ടെ എന്ന് ആ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. സൈന്യത്തിന്റെ ഉള്ളിൽ ചെന്നിട്ട് ഒരിക്കൽ പോലും ഇദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ നിസ്കാരവും കഴിയുമ്പോൾ മസ്ലമ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഹ്ശുർനീ മഅ സാഹിബിൻ നഫഖ്. അല്ലാഹുവേ, ഈ യുദ്ധം വിജയിക്കാൻ നിമിത്തമായ ആരാണോ ആ തുരങ്കമുണ്ടാക്കിയത് എൻ്റെ മുമ്പിലേക്ക് വരികയും പേര് ചോദിക്കരുതെന്ന് പറയുകയും പ്രത്യേകമായ പരിഗണന വേണ്ടെന്ന് പറയുകയും സമ്മാനം വേണ്ടെന്ന് പറയുകയും ഒരിക്കലും നിങ്ങൾ പിന്നെ എന്നെ വിളിച്ചു വരുത്തരുത് നിങ്ങളുടെ രാജകൊട്ടാരത്തിലേക്ക് എന്ന് എന്നോട് ഷർത്ത് പറഞ്ഞു പോയ കർമ്മം അത്രയും നിനക്ക് വേണ്ടി മാത്രം ചെയ്ത ആ മനുഷ്യന്റെ കൂടെ എന്നെയും നീ പുനർജന്മം നൽകണമേ എന്ന് ദുആ ചെയ്യുമായിരുന്നു മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക്. മുഅ്മിനീങ്ങളെ, ഇങ്ങനെയാ മുസ്ലിം ഉമ്മത്ത് വിജയിച്ചത്. ഇങ്ങനെയാ ഈ ഉമ്മത്തിന് അഭിമാനമുണ്ടായത്. അപ്പോഴാണ് ഈ ഉമ്മത്ത് ലോകം ഭരിച്ചത്. അപ്പോഴാണ് ഈ ഉമ്മത്തിന്റെ കാൽ കീഴിൽ ലോകരാജ്യങ്ങൾ പഞ്ചപുച്ഛമടക്കി കീഴടങ്ങിയത്. അപ്പോഴാണ് യൂറോപ്പിലേക്ക്, കൊർഡോബയിലേക്ക്, സ്പെയിനിലേക്ക്, ഇറ്റലിയിലേക്ക് ദീനിന്റെ സന്ദേശം കടന്നു ചെന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക്, ഭാരതത്തിലേക്ക്, അങ്ങ് ചൈനയിലേക്ക്, മലേഷ്യയിലേക്ക്, ഇന്തോനേഷ്യയിലേക്ക് ഇൽമിന്റെ പ്രചാരകൾ കടന്നു വന്നത്. ഇസ്ലാമിന്റെ സൈന്യം ലോകം കീഴടക്കിയത് ഇങ്ങനെ കർമ്മം ചെയ്തിരുന്നപ്പോഴാണ്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തപ്പോ നമ്മൾ അപ്പോഴേക്കും പരസ്യപ്പെടുത്തി കളഞ്ഞു. നാലാൾ അറിയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പരസ്യപ്പെടുത്തുന്ന സ്വഭാവം ഈ ഉമ്മത്തിന്റെ ശൈലിയിൽ പാടുള്ളതല്ലെന്ന് പഠിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമ്മളിവിടെ അയവിറക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ റബ്ബേ. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദ്.
فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ, അള്ളാഹുവിനെ കാണണമെന്ന് കൊതിക്കുന്നവർ, പുത്ലി കി തറാ हर नजर से मस्तूर है तू, आंखें जिसे ढूंढती हैं वो राज है तू. അള്ളാഹുവേ, കണ്ണുകൾ ആഗ്രഹിക്കുന്നത് നിന്നെ കാണാനാണ്, ഹൃദയം കൊതിക്കുന്നത് നീയുമായി സംസാരിക്കുവാനാണ്. എന്നാൽ ഞങ്ങളുടെ കണ്ണുകളെ കൊണ്ടിവിടെ കാണാൻ പറ്റാത്തവൻ, ഞങ്ങളുടെ കണ്ണുകൾക്ക് അതീതമായവനെ റബ്ബേ. ലാ തുദ്രികുഹുൽ അബ്സ്വാർ വഹുവ യുദ്രികുൽ അബ്സ്വാർ വഹുവൽ ലതീഫുൽ ഖബീർ. റബ്ബേ, നിന്നെ കാണണം എന്നൊരു നാൾ ആഗ്രഹിക്കുന്നവർക്ക് നീ പറഞ്ഞ കണ്ടീഷൻ ആരാർക്കും വേണ്ടിയല്ലാതെ നിനക്ക് വേണ്ടി മാത്രം സൽക്കർമ്മം ചെയ്യുന്നവരെന്നാണ്. ഫല്യഅമൽ അമലൻ സ്വാലിഹാ, സൽക്കർമ്മം ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നിന്റെ വജ്ഹിന് വേണ്ടി മാത്രം, നിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി മാത്രം. നിന്റെ ഹബീബിന്റെ പേരക്കിടാങ്ങളിൽ സയ്യിദ് കുടുംബങ്ങളിൽ തങ്ങന്മാരിൽ കടന്നു വന്ന അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു സയ്യിദാണ്, തങ്ങളായിരുന്നുവല്ലോ. മരണപ്പെട്ടപ്പോ കുളിപ്പിക്കാൻ വേണ്ടി കിടത്തിയപ്പോഴാ എത്രയോ ഭംഗിയുണ്ടായിരുന്ന മഹാനായ അലി ഇബ്നു ഹുസൈൻ ഇബ്നു സൈനുൽ ആബിദീൻ, മഹാനായ അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിക്കാൻ കിടത്തിയപ്പോൾ പുറത്തൊന്നാകെ കറുത്ത പാടുകളുണ്ട്, ശരീരത്തിലൊന്നാകെ കറുത്ത പാടുകൾ, ഒരുപാട് പാടുകൾ. എന്താ റബ്ബേ സംഭവിച്ചത്? ഇവരാരെങ്കിലും ചാട്ടവാറ് കൊണ്ടടിക്കുമായിരുന്നോ? മദീനയിൽ, ഹബീബിന്റെ മദീനയിൽ ജീവിച്ചു പോയ സൈനുൽ ആബിദീൻ തങ്ങളെ ആരക്രമിക്കാനാ? പിന്നെ എന്താണ് ഈ പുറത്ത് കാണുന്ന അടയാളം? എന്താണ് ഈ അടയാളം? അപ്പോഴാണ് വഫാത്തിന്റെ ശേഷം മദീനയിലെ 60ഓളം വീട്ടുകാർ പറയുന്നത്, ഞങ്ങൾക്ക് രാത്രികാലങ്ങളിൽ ഭക്ഷണം കൊണ്ടുതരുന്ന ഒരാൾ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞു പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെയായിട്ടുണ്ട്. അപ്പോഴാണ് അറിയുന്നത്, മദീനയിൽ ആരോടും പറയാതെ ഒറ്റക്ക് സ്വന്തം തോളിൽ ഗോതമ്പ് ചുമന്നു കൊണ്ടുവന്ന് പാവപ്പെട്ട വീട്ടുകാരുടെ വീടിന്റെ വാതിൽക്കൽ കൊണ്ടുപോയി എല്ലാ ആഴ്ചയിലും ഓരോരുത്തർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ആരുടെയും സഹായം ചോദിക്കാതെ ഒറ്റക്ക്, ഒരു വേലക്കാരനെ, ഒരു കൂട്ടുകാരനെ കൂടെ കൂട്ടാതെ ഒറ്റക്ക് പുറത്ത് ചുമന്നു കൊണ്ടുപോയതിന്റെ അടയാളമാണ് പുറത്ത് കണ്ട കറുത്ത പാടുകൾ. മഹാനവറുകൾ മദീനയിൽ ജീവിച്ച മഹാനാണ് അലി ഇബ്നുൽ ഹുസൈൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. അലി തങ്ങളുടെ പേരക്കുട്ടിയ മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. എന്തായിരുന്നു ഈ സയ്യിദിന്, ഈ തങ്ങൾക്ക് പണി എന്നറിയുമോ? ഒറ്റക്ക് ചുമന്നു കൊണ്ടുപോയി കൊടുക്കും ഭക്ഷണം എല്ലാ വീട്ടുകാർക്കും. 60ഓളം വീട്ടുകാര് പട്ടിണിയായപ്പോഴാ അറിയുന്നത്, റബ്ബേ, ഞങ്ങൾക്ക് കൊണ്ടുവന്നിരുന്ന ആൾ ഈ മഹാനവറുകളായിരുന്നോ എന്ന്. അപ്പോഴാണ് അവർക്ക് അന്നം മുടങ്ങിയപ്പോഴാ മദീനക്കാരറിയുന്നത്, ഇങ്ങനെ സ്വദഖത്തു സിർ, ആരാരും അറിയാതെ ദാനം ചെയ്തിരുന്ന മഹാൻ സൈനുൽ ആബിദീൻ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആയിരുന്നുവല്ലോ. ആരാരും അറിയാതെ വീടുകൾക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നത് സ്വദഖത്തു സിർ, രഹസ്യമായി ചെയ്യുന്ന സ്വദഖ. അർശിന്റെ തണൽ അല്ലാഹു നൽകുമെന്ന് പറഞ്ഞതിലെല്ലാം ഈ ഒരു സ്വഭാവം കാണാൻ കഴിയും. വമുതസദ്ദിഖുൻ അഖ്ഫത് തസദ്ദുഖ ലം യകുൻ ബിമാ അൻഫഖത് യുംനാഹു ഇൽമു ശിമാലി. വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയാതെ രഹസ്യമായി കൊടുക്കുന്നവർക്ക് അർശിന്റെ തണല് കിട്ടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. രഹസ്യമായി കൊടുക്കുന്ന സ്വദഖ, പരസ്യമായി കൊടുത്താൽ കൂലി കിട്ടില്ല എന്ന് പറയാൻ ഒക്കുമോ? ഒരു മനുഷ്യന്റെ നിയത്തിനനുസരിച്ച്. പക്ഷേ രഹസ്യമായി കൊടുത്താൽ നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണല് കിട്ടും. അതുകൊണ്ട് മുഅ്മിനെ, ജീവിതത്തിൽ ഒരാൾക്ക് ഒരാഴ്ചയിൽ ഒരു 10 രൂപയെങ്കിലും, ഒരു 100 രൂപയെങ്കിലും, ഒരു മാസത്തിൽ ഒരു 500 രൂപയെങ്കിലും നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുമെങ്കിൽ, നമ്മളും അല്ലാഹുമല്ലാതെ മറ്റൊരാളും അറിയാതെ നിങ്ങളത് ചെയ്യുക.
ഓരോരുത്തരും അവനവന്റെ അയൽപക്കങ്ങളിൽ, അകന്ന കുടുംബങ്ങളിൽ, തൊട്ടടുത്ത നാടുകളിൽ പാവപ്പെട്ടവരോ രോഗികളോ ഉണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോവുക. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ, ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ രോഗികളായി കിടക്കുന്ന എത്രയോ ആളുകൾക്ക് മരുന്നിന് വകയില്ലാതിരിക്കുന്നവരുണ്ട്. അവിടെ കടന്നു ചെല്ലുന്നു. മരുന്ന് ഷോപ്പിന്റെ മുമ്പിൽ നിന്ന് ബില്ല് കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന ആളുകളുണ്ട്. ചോദിക്കുക, എന്താ വിഷമം? ബില്ല് അടക്കാൻ പ്രയാസമുണ്ട്, ഞാൻ അടച്ചോട്ടെ, ബിസ്മില്ല, പൈസ കൊടുക്കുന്നു, പോരുന്നു. ആരാണ് നിങ്ങൾ? ഇയാൾ ആരാണ്? നിങ്ങളും അയാളും ഇനി ജീവിതത്തിൽ കണ്ടുമുട്ടാൻ പോകുന്നില്ല. അത് സ്വദഖത്തു സിറാണ്, രഹസ്യമായി ചെയ്യുന്ന സ്വദഖയാണ്. ആരാരും അറിയാതെ ഒരു മുഅ്മിനായ മനുഷ്യരാണെങ്കിൽ പ്രത്യേകമായ കൂലി അല്ലാഹു നൽകുന്നുണ്ട്. ഏത് മനുഷ്യന് ചെയ്താലും കൂലിയുണ്ട്. അതാണ് ഫീ കുല്ലി കബിദിൻ റതുബിൻ, എല്ലാ നനവുള്ള കരളുള്ള ജീവിക്ക് ചെയ്താലും, ജീവജാലങ്ങൾക്ക് ചെയ്താലും, ഏത് മനുഷ്യന് ഗുണം ചെയ്താലും അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞ ദീനാണ് നമ്മുടെ ശരീഅത്തുൽ ഇസ്ലാം. ജീവനുള്ള ഏതിന് നന്മ ചെയ്താലും കൂലിയുണ്ട്. രഹസ്യമായിട്ട് ചെയ്യാം, പരസ്യപ്പെടുത്തണ്ട, അഡ്വർടൈസ് ചെയ്യണ്ട, ഒന്നാകെ നാട്ടുകാരെ വിളിച്ചറിയിക്കണ്ട. ഒരു നന്മയാണ് നിങ്ങൾ ചെയ്തതെന്ന് വിളിച്ചു പറയണ്ട. ആ രീതിയിൽ ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബിന്റെ പേരക്കുട്ടി അലി ഇബ്നുൽ ഹുസൈൻ സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുന്ന മഹാനവറുകൾ സ്വന്തം തോളിൽ തങ്ങളല്ലേ, അത് ഒരു സയ്യിദല്ലേ മഹാനവറുകൾ, മദീനയുടെ ഊടുവഴികളിലൂടെ ചാക്ക് തോളിൽ വെച്ച് നടന്ന് വീട്ടുകാർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. വഫാത്തിന്റെ ശേഷമാ ആളുകൾ അറിയുന്നത്. യാ അല്ലാ, ഈ സയ്യിദാണോ? മഹാനവറുകൾ ഭയങ്കരാണ്. സൈനുൽ ആബിദീൻ തങ്ങളുടെ ജീവിതം വലിയ അത്ഭുതമാണ്. ഒരാൾ വന്നിട്ട് ഈ മഹാനവറുകളെ ചീത്ത പറയാൻ തുടങ്ങി. ഒരു ശിആ വിശ്വാസിയായ ആൾ, ഒരു റാഫിളിയായ ആൾ അങ്ങനെ ചീത്ത പറയുന്നുണ്ട്. ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മഹാനവറുകൾ മദീനയിലേക്ക് ഒറ്റക്ക് നടന്നു വരുമ്പോഴാ സംഭവം. വീടെത്തുന്ന ആ പരിസരത്തെത്തിയപ്പോ മഹാനവറുകൾ നിന്നിട്ട് പറഞ്ഞു അയാളോട്, പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഇപ്പങ്ങ് പറഞ്ഞേക്കണം. ഞാൻ എൻ്റെ നാട്ടിലേക്ക് കടന്നാലേ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞാൽ അവര് നിങ്ങൾ അടിച്ചേക്കും. അതുകൊണ്ട് അടി കൊള്ളാതിരിക്കാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ നാട്ടിലേക്ക് കടക്കാൻ പോവാണ്, അതുകൊണ്ട് എല്ലാം പറഞ്ഞിട്ട് പോയാൽ മതി, ഞാൻ നിന്ന് തരാം എന്ന് പറഞ്ഞ മഹാനാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല. ഭയങ്കര സംഭവമാണ്, ഭയങ്കരമാണ്. അവരുടെ വുളു എടുക്കുന്ന സമയത്ത് ഒരു സംഭവമുണ്ട്. ഒരു ഖാദിമത്തായ പെണ്ണാണ് അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വുളുവിൻ്റെ വെള്ളം അവിടുത്തെ ഒരു അടിമസ്ത്രീയായ ഒരു പെൺകുട്ടി ഒഴിച്ചു കൊടുക്കുമ്പോൾ, ഒരു കറുത്തവർഗക്കാരിയായ ഒരു അടിമസ്ത്രീ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂജൻ കയ്യിൽ നിന്ന് വീണത് അദ്ദേഹത്തിന്റെ കയ്യിലും കാലിലും മുറിവായി, പാത്രം പൊട്ടുകയും ചെയ്തു. ആ പെണ്ണ് വിചാരിച്ചു ഈ മഹാനൊന്ന് ചീത്ത പറയുന്നു വിചാരിച്ചു. അപ്പൊ ആ പെണ്ണിന് ഇച്ചിരി ഖുർആൻ അറിയാം. ആ പെണ്ണ് പറഞ്ഞു, വൽ കാളിമീനൽ ഗൈൽ വൽ ആഫീന അനിൻ നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഈ ആയത്ത് മെല്ലെ മെല്ലെ ഇങ്ങനെ ഓതിക്കൊടുത്തു. വൽ കാളിമീനൽ ഗൈള, ദേഷ്യം കടിച്ചിറക്കുന്ന ആളുകളാണ് മുഅ്മിനീങ്ങൾ. ദേഷ്യം കടിച്ചിറക്കുന്നവരാ, ദേഷ്യപ്പെടൂല. അത് മുഅ്മിനിന്റെ ഒരു സ്വഭാവം. എപ്പോഴും ചൂടാകുന്ന മനുഷ്യന്മാരുണ്ട്, എപ്പോഴും 100 ഡിഗ്രി ചൂടിലായിരിക്കും. ഏത് വിഷയത്തിലും പൊരിഞ്ഞ ആവേശം, എന്തെന്നില്ലാത്ത ചൂട്. ഒരു വിഷയം വന്ന കണ്ണൊക്കെ എപ്പോഴും ചുവന്ന് നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. ആരോടോ പ്രതികാരം എടുക്കാൻ പോകുന്ന പോലെ. എന്തിന്? കാം ഡൗൺ യങ് മാൻ, ഒന്ന് ശാന്തമായിട്ടിരിക്കുക. എന്തിനാ ഈ പ്രഷർ കൂട്ടണത്? ശാന്തമാവ്. ദേഷ്യം കടിച്ചിറക്കുന്നവർ അങ്ങനെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മഹാനവറുകൾ പറഞ്ഞു, കലം തുഗൈലി, എന്റെ ദേഷ്യം ഞാൻ കടിച്ചിറക്കി. പിന്നെ അവള് പറഞ്ഞു, വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരാ സത്യവിശ്വാസികൾ, മാപ്പ് കൊടുക്കുന്നവരാണ്. അഫൗതു അൻകി, നിനക്ക് ഞാൻ മാപ്പ് തന്നു പെണ്ണേ. പിന്നെ പറഞ്ഞു, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്, അല്ലാഹു ഇഷ്ടമാണ്. മോളെ, അൻതി ഹുറത്തുൻ ഫീ സബീലില്ലാഹ്, നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു, പൊയ്ക്കോ. നീ ഇനി അടിമയല്ല, നീ സ്വതന്ത്രയാണ്. ഒരടിമക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം സ്വാതന്ത്ര്യമാണ്. എപ്പോഴത് കൊടുത്തെന്നറിയോ? കയ്യിലേക്ക് വെള്ളത്തിന്റെ കൂജ കയ്യിലേക്ക് വീണ് കയ്യിലും കാലിലും മുഖത്ത് പോലും മുഖത്ത് പോലും മുറിവുണ്ടായിരുന്ന അങ്ങനത്തെ മിസ്റ്റേക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ വലിയൊരു നന്മ ചെയ്തത്. ആ സയ്യിദാണ് മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. സയ്യിദന്മാരുടെ ഹബീബിന്റെ ചോരയിൽ വരുന്നവരുടെ സ്വഭാവത്തിന്റെ ഗുണം ഇങ്ങനെയാണ്. ഹബീബിന്റെ ചോരയിലൂടെ വരുന്നവർ അങ്ങനെയാ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ.
ഹബീബിന്റെ ചോരയാണ് ശരീരത്തിൽ ഒഴുകുന്നതെങ്കിൽ അവരുടെ സ്വഭാവങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ ആ അടയാളം, നുബുവത്തിന്റെ വെളിച്ചത്തിന്റെ ഒരംശം നമുക്ക് കാണാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സയ്യിദന്മാരെ അല്ലാഹു എല്ലാ മക്രൂഹിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. പാണക്കാട് കുടുംബമുണ്ട്, കുമ്പോൽ സയ്യിദന്മാർ നമ്മുടെ പരിസരത്തുള്ളവരാ. വേറെയും ഒരുപാട് കബീലയിലെ സയ്യിദന്മാർ. ആ സയ്യിദന്മാർ ജീവിച്ചിരിക്കുന്നത് ഹബീബിനെ കാണാത്ത നമുക്ക് അവിടുത്തെ ചോരയിലൂടെ വന്നവരെ കാണാൻ ഭാഗ്യമുണ്ടായത് ചില്ലറ ഭാഗ്യമാണോ? അല്ലാഹുവേ, എല്ലാവിധ ശർറുകളിൽ നിന്നും നീ അവരെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. എല്ലാവിധ ശർറുകളിൽ നിന്നും നീ അവരെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അയ്യൂബ് സഖ്തിയാനി റളിയല്ലാഹു തആല അൻ, മഹാനായ അയ്യൂബ് സഖ്തിയാനി റളിയല്ലാഹു അൻഹു എല്ലാ രാത്രിയിലും തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ച് നേരം പുലരുമ്പോൾ റഫഅ സൗതഹു കഅന്നമാ ഖാമത്തിൽ കസ്സാഅ, എഴുന്നേൽക്കുമ്പോഴല്ലോ എന്ന് പറഞ്ഞ ഒരു കോട്ടുവായിട്ടൊന്ന് എഴുന്നേൽക്കൽ. അങ്ങനെ എഴുന്നേൽക്കും ബഹുമാനപ്പെട്ടവർ. രാവിലെ വീട്ടുകാരൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ശബ്ദമിട്ടിട്ട് ഒന്ന് എഴുന്നേറ്റ് വരും. എന്തിന്? വീട്ടുകാരൊക്കെ വിചാരിച്ചോട്ടെ ഉറങ്ങായിരുന്നു എന്ന്. എവിടെ? ഉറങ്ങിയിട്ടേ ഇല്ല. പക്ഷേ അങ്ങനെയാ ചെയ്യാ. വീട്ടുകാരറിയണ്ട, വീട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. പ്രഗത്ഭമായൊരു സംഭവമുണ്ട്. ദാവൂദ് ഇബ്നു അബീ ഹിന്ദ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം സുന്നത്ത് നോമ്പെടുത്ത മഹാനാണ്. വഫാത്തിന്റെ ശേഷമാണ് വീട്ടുകാർ പോലും അറിയുന്നത്. 40 കൊല്ലം ദാവൂദ് ഇബ്നു അബീ ഹിന്ദ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്. കച്ചവടത്തിന് വരുമ്പോ വീട്ടുകാരി ഭക്ഷണം കൊടുക്കും. ഉച്ചക്ക് തിന്നാനുള്ള ഭക്ഷണം അതെടുത്തിട്ട് വരും. അതെടുത്ത് വന്നിട്ട് നോമ്പെടുക്കുന്ന ദിവസങ്ങളിൽ ഉച്ചക്ക് കഴിക്കാതെ മഹാനവറുകൾ ആ ഭക്ഷണം പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കും. അങ്ങാടിയിലേക്ക് വരുന്ന പാവപ്പെട്ടവർക്ക് നോമ്പെടുക്കുന്ന ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ടവർ ആ ഭക്ഷണം ബഹുമാനപ്പെട്ടവർ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമായി ചില ദിവസങ്ങളിൽ മാറ്റിവെക്കും. എന്തെങ്കിലും ഒരൽപ്പം നോമ്പ് തുറക്കാൻ വേണ്ടേ, മഹാനവറുകൾ മാറ്റിവെക്കുന്നു. മഹാനവറുടെ ജീവിതത്തിൽ കണ്ട വലിയൊരു അത്ഭുതം, ഇങ്ങനെ നിരന്തരമായ നോമ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആളുകൾ ഇങ്ങനെ നോക്കുകയാണ്. ചില സമയത്ത് ആ ഭക്ഷണം അദ്ദേഹം എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. മഗ്‌രിബാകുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, കറണ്ട് ഇല്ലല്ലോ. നേരെ വീട്ടിലേക്ക് ചെല്ലും. രാത്രി ഭക്ഷണം അവിടെ ഉണ്ടാകും. അപ്പൊ ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം കുടിച്ച് നോമ്പ് മുറിച്ച് വീട്ടിലെത്തിയിട്ട് ഭക്ഷണം കഴിക്കും. വീട്ടുകാർ വിചാരിച്ചു ഇവർക്ക് എന്നും ഈ ഭക്ഷണം കഴിക്കൽ തന്നെയാണ് പതിവ്. ഇവിടെ നോമ്പെടുക്കാത്ത ദിവസങ്ങളിലേ അവർ ആ ഉച്ചഭക്ഷണം കഴിക്കാറുള്ളൂ. നോമ്പുള്ള ദിവസം അത് വിതരണം ചെയ്യാൻ, എന്നിട്ട് വീട്ടിൽ പോയിട്ട് മഗ്‌രിബിന് തിന്നുന്നതാണ് ബഹുമാനപ്പെട്ടവരുടെ ശൈലി. 40 കൊല്ലം കഴിഞ്ഞപ്പോഴേ അറിയാൻ പറ്റിയത്. മഹാനായ ദാവൂദ് ഇബ്നു അബീ ഹിന്ദ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് ശീലമുള്ള മഹാനായിരുന്നുവെന്ന് ആരും അറിഞ്ഞില്ല. 40 കൊല്ലം. നമുക്ക് 4 ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റുമോ? 4 ദിവസം. അപ്പോഴും പറയല്ലോ വല്ലാത്ത ക്ഷീണം. എന്തോടോ ഞാൻ എപ്പോൾ വല്ലാത്ത നോമ്പില്ല, പോയി സംഗതി കഴിഞ്ഞു. നമ്മളങ്ങ് വിളിച്ചു പറയാൻ, നമ്മളങ്ങ് അത് ആരെങ്കിലും അറിയണ്ടേന്ന് വല്ലാത്തൊരു വെമ്പല് വരികയാണ്. ഇതൊക്കെ പിശാച് ചെയ്യുന്ന അപകടങ്ങളാണ്. മഹാനായ മുഹമ്മദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര്, അവരുടെ കൂടെ 40 കൊല്ലം കഴിഞ്ഞൊരു മഹാനുണ്ട്. 20 വർഷം അവരുടെ കൂടെ നിന്ന ഒരു മഹാൻ അവരുടെ അനുഭവം പറയുന്നു. ഒരിക്കലും ആരും കാണെ ഒരു സുന്നത്ത് നിസ്കാരവും ചെയ്യാറില്ല. ജുമുഅക്ക് വരുമ്പോഴല്ലാതെ, വെള്ളിയാഴ്ച ചെയ്യുന്ന നിസ്കാരമല്ലാതെ, പള്ളിയിൽ ചെയ്യുന്ന നിസ്കാരമല്ലാതെ ഒരു സുന്നത്തും മഹാനായ മുഹമ്മദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ അള്ളാഹുവിനോട് ശപഥം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, യാ അല്ലാഹുവേ, എന്റെ 2 മലക്കുകൾ കാണാത്ത അവസ്ഥയിൽ, എന്റെ 2 മലക്കുകൾ പോലും അറിയാത്ത രീതിയിൽ നിനക്ക് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സൗഭാഗ്യം നീ നൽകുകയാണെങ്കിൽ അവരെ പോലും കാണിക്കാതെ ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്തേനെ എന്ന് പറഞ്ഞ മുഹമ്മദ് ബിൻ അസ്ലം റഹിമഹുല്ലാഹ് മുഅ്മിനെ നമുക്ക് മാതൃകയാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് എന്നവരും സുഫിയാൻ സൗരി തങ്ങളും ഒരുമിച്ചിരുന്നൊരു അനുഭവമുണ്ട്. ഫുദൈൽ ഇബ്നു ഇയാദ് എന്നവരും സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, നമ്മുടെ ഹൃദയമൊന്ന് ലോലമാവാൻ നമുക്കൊന്ന് സംസാരിക്കല്ലേ, പരസ്പരം ഹദീസുകളും അല്ലാഹുവിന്റെ കിതാബിൽ ആയത്തുകൾ ഓതി നമുക്കൊന്ന് ചിന്തിച്ച് കരയുകയല്ലേ.
സുഫിയാൻ എന്നവരെ ഫുദൈൽ തങ്ങളോടും, ഫുദൈൽ തങ്ങൾ സുഫിയാൻ സൗരി തങ്ങളോടും നമുക്ക് രണ്ടുപേർക്കും ഈ രാത്രി ചെലവഴിക്കാം. എന്ത്? എങ്ങനെ? കളിച്ചുകൊണ്ടോ കളി കണ്ടുകൊണ്ടോ അല്ല, പരലോക ചിന്തയിൽ നമുക്ക് ഈ രാത്രി കഴിച്ചു കൂട്ടിക്കൂടെ എന്ന് പറഞ്ഞപ്പോ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ രാത്രി നമ്മൾ ഈ പറഞ്ഞതെല്ലാം അള്ളാഹു നമുക്ക് ബറക്കത്താക്കി തരട്ടെ, അള്ളാഹു റഹ്മത്താക്കി തരട്ടെ എന്ന് പറഞ്ഞപ്പോഴാ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വരുന്നത്, സുഫിയാൻ സൗരി, എനിക്ക് പേടിയാവുന്നു, ഈ രാത്രിയിൽ ഞാനും നിങ്ങളും പറഞ്ഞത് ഒരുപക്ഷെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കാതിരിക്കുമോ? അതെന്തേ? സുഫിയാൻ സൗരി തങ്ങളോട് പറയാണ് ഫുദൈൽ എന്നവര്, സുഫിയാൻ എന്നവരെ എത്രയും നല്ല കാര്യങ്ങളും നല്ല നല്ല ഇൽമുകളും നല്ല നല്ല ചിന്തകളും ഉണ്ടാവാൻ കടഞ്ഞെടുത്ത വാക്കുകൾ, ശ്രദ്ധയൂന്നുന്ന വിഷയങ്ങൾ, ഓരോന്നോരോന്ന് ഈ രാത്രിയിൽ നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഞാനും, എന്നെ ചിന്തിപ്പിക്കാൻ നിങ്ങളും ശ്രദ്ധയോടുകൂടെ ഓരോന്ന് തെരഞ്ഞെടുക്കുമ്പോ അതിൻ്റെ ഉള്ളിൽ ഒരു തരത്തിലുള്ള റിയാ വരുമോ? ഞാനും നിങ്ങളും രണ്ടുപേരും ഉഷാറാണെന്ന് കാണിക്കാനുള്ള വർത്തമാനമായി പോയിട്ടുണ്ടോ ഇന്നത്തെ ഈ രാവിന്റെ വർത്തമാനമെന്ന് ഞാൻ പേടിക്കുന്നുവെന്ന് പറഞ്ഞ ഹൃദയ ചികിത്സയുടെ എക്സ്പേർട്ടായ മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോഴാണ് സുഫിയാൻ എന്നവർ പറയുന്നത്, ഫുദൈലേ, എനിക്ക് ജീവൻ നൽകിയത് നിങ്ങളാണ്, അള്ളാഹു നിങ്ങൾക്ക് ആ ജീവൻ നിലനിർത്തി തരട്ടെ. ഇതിൽ പോലും നമ്മൾ പറയുന്നതിൽ പോലും അല്ലാഹുവേ ഈ രാത്രിയിലെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച സംസാരത്തിൽ പോലും ഓരോന്നോരോന്ന് തെരഞ്ഞെടുത്ത് കടഞ്ഞെടുത്ത് പറയുമ്പോ അതിൻ്റെ ഉള്ളിൽ പോലും ഒരു തരം ഷോ ഓഫ് വരുമോ, റിയാ വരുമോ, അഹംഭാവം വരുമോ എന്ന് പേടിക്കുന്നുവെന്ന് പറഞ്ഞ ലൗലാ ഇയാൽ ലമാ ഉരിഫൽ മഗ്രിബ് എന്ന മഹാനായ ഒരു പ്രതിഭയുടെ പിൻഗാമിയായി വന്ന ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻ. അല്ലാഹുവേ ഇഖ്ലാസ് നൽകണേ തമ്പുരാനെ. അതുകൊണ്ടാണ് ഔൻ ഇബ്നു അബ്ദില്ലാഹി തങ്ങൾ പറയുമായിരുന്നത്, പാവപ്പെട്ട ഏതെങ്കിലും ഒരു മിസ്കീനിന് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കൊടുത്താൽ, ഒരാൾക്ക് നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്തു, അത് ചെയ്യുമ്പോൾ തിരിച്ചൊരു സഹായം ചെയ്യണം, ഒരു ദുആ ചെയ്യണം, ബാറക്കല്ലാഹു ഫീക്, അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അങ്ങനെ പറയേണ്ടത് അല്ലേ? ബാറക്കല്ലാഹു ഫീക്. അറബികൾക്കൊക്കെ നല്ല സ്വഭാവമുണ്ട്, ബാറക്കല്ലാഹു ഫീക്. നമ്മൾ അറബികൾ ഇങ്ങനെ കുറ്റം പറയും, ഒരു മഹാമോശാണ്, അങ്ങനെ പറയരുത്. അവരിലൊക്കെ ഒരുപാട് നന്മകൾ നമുക്ക് പഠിക്കാനുണ്ട്. മിനിമം അൽഹംദുലില്ലാ എന്ന് പറയില്ല. എന്താ വർത്താനം എന്ന് ചോദിച്ചാൽ നമ്മളങ്ങനെ പറയാറുണ്ടോ? നമ്മുടെ ഇടങ്ങേറും കടവും ബുദ്ധിമുട്ടൊക്കെ അല്ലേ പറയാൻ. അവർ അൽഹംദുലില്ലാ, എത്ര അസുഖമായിട്ട് സക്കറാത്ത് കിടക്കുകയാണെങ്കിൽ എന്താ വർത്താനം ചോദിച്ചാൽ അൽഹംദുലില്ലാ എന്നാ പറയാം. നമുക്കങ്ങനെ പറയാൻ തോന്നാറുണ്ടോ? ഉമ്മി വാപ്പയും മരിച്ചു എന്ന് വിചാരിക്കുക, വലിയ വിഷമിക്കുന്ന, വളരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, വലിയ സങ്കടത്തിലാണ്, എന്നാലും പറയും അള്ളാഹു കൊണ്ടുപോയി റഹ്മഹുല്ലാഹ്, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറയും. ഞാൻ അറിയുന്നൊരു സുഹൃത്ത്, അദ്ദേഹത്തിന് വണ്ടി ബാക്ക് എടുത്തപ്പോൾ ജ്യേഷ്ഠൻ്റെ കുഞ്ഞ് ബാക്കിൽ കളിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ദേഹത്ത് കൂടെ വാഹനം കയറി ഇറങ്ങി ആ കുഞ്ഞവിടെ വെച്ച് മരിക്കുകയാണ്, പാർക്കിങ്ങിൽ, വീടിൻ്റെ മുമ്പിൽ. സുബ്ഹാനല്ലാഹ്. സഹോദരൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. നമ്മളൊക്കെ ആണെങ്കിൽ പൊട്ടിത്തെറിക്കൂലേ, ദേഷ്യപ്പെടൂലേ? ആ കൂട്ടുകാരൻ പറയാൻ, അഫല്ലാഹു അൻക്, നിങ്ങൾ ചെയ്ത അബദ്ധം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. എൻ്റെ കുഞ്ഞിനെ അള്ളാഹു കൊണ്ടുപോയി, അല്ലാഹുമ്മ ജഅൽഹു ദുഖറൻ ലി, ആ കുഞ്ഞിനെ സ്വർഗ്ഗലോകത്തിന് സ്വീകരിക്കാനുള്ള കുഞ്ഞാക്കി താ റബ്ബേ എന്ന് പറഞ്ഞ് കണ്ണുനീര് തുടക്കുകയാണ്. എന്നിട്ട് ആ കുഞ്ഞിന്റെ ജനാസയുമായി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ഒരു സബറും തവക്കുലും അല്ലാഹുവിൻ്റെ റസൂലിന്റെ ആ ഒരു സന്ദേശം സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായ അറബ് ഭാഷ സംസാരിക്കുന്ന ആളുകളിൽ കാണാൻ കഴിയും. വലിയൊരു നന്മയാണത്. അവര് എന്തിനും നന്മ പറയും. ഒരു നന്ദി പറഞ്ഞാൽ അല്ലാഹു യുക്രിമക്, അല്ലാഹു നിങ്ങൾക്ക് ബഹുമാനം തരട്ടെ, അല്ലാഹു അഫീഖ്, അല്ലാഹു നിങ്ങൾക്ക് ആരോഗ്യം തരട്ടെ, അല്ലാഹു യുബാരിക് ഫീഖ്, അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരട്ടെ, അങ്ങനെ പറയുന്ന സ്വഭാവമുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ചില ആളുകളുടെ നന്മകൾ നമ്മൾ എല്ലാവരിൽ നിന്നും അങ്ങനെയാണ്. ഏത് വിഭാഗങ്ങളായിക്കൊള്ളട്ടെ, ഏത് ജാതി ആയിക്കൊള്ളട്ടെ, ചെറിയ കുഞ്ഞായിക്കൊള്ളട്ടെ, നന്മകൾ മുഴുവനും നമ്മൾ എടുക്കേണ്ടവരാണ്, നന്മകൾ മുഴുവൻ സ്വീകരിക്കേണ്ടവരാണ്, തിന്മകൾ എവിടെ നിന്നായാലും ഒഴിവാക്കേണ്ടവരാണ്. അതാണ് മുസ്ലിമിന്റെ സ്വഭാവം. നന്മകൾ എടുക്കുക. നമ്മൾ എന്താ നോക്കുക? ആകെ വല്ല കുഴപ്പമുണ്ടോ എന്ന് മാത്രം നോക്കുക. ഒരു കുഴപ്പം മരണം വരെ പറഞ്ഞെടുക്കും. എത്രയോ നന്മകൾ ഇപ്പുറത്തുണ്ടാകും, അതൊന്നും കാണില്ല. ആ ഒരു കുഴപ്പം അതങ്ങനെ അങ്ങനെ പണ്ട് അങ്ങനെ പറഞ്ഞില്ലേ മതി. അപ്പൊ എത്രയോ നന്മകളില്ലേ?
കാണൂല. ഒരു തരം അന്ധത വന്നിരിക്കുകയാണ്, കണ്ണുകൾക്ക് മൂടൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്വഭാവം, ഇതൊക്കെ നമ്മൾ തിരുത്തേണ്ട സംഗതികളാണ്. ഇതൊക്കെ നമ്മൾ തിരുത്തിയില്ലെങ്കിൽ എപ്പോഴാണ് തിരുത്തുക? നമ്മൾ തിരുത്തേണ്ട സംഗതികളാണ്. നന്മകൾ സ്വീകരിക്കുക, തിന്മകളെ തിരസ്കരിക്കുക. മഹാനായ ഔൻ ബിൻ അബ്ദില്ലാഹി തങ്ങൾ പറയാൻ, നിങ്ങൾ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്തു കൊടുക്കുമ്പോൾ അയാൾ ഇങ്ങോട്ട് നിങ്ങളോട് ബാറക്കല്ലാഹു ഫീക് എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോരരുത്. അയാളോട് അങ്ങോട്ട് പറയണം വബാറക്കല്ലാഹു ഫീക്, അല്ലാഹു നിങ്ങൾക്കും ബറക്കത്ത് ചെയ്യട്ടെ എന്ന് തിരിച്ചു പറയണം. എന്തുകൊണ്ട് അങ്ങനെ പറയണം? നിങ്ങൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്തു അല്ലേ, ആ ഉപകാരത്തിന് പകരം അയാൾ ഇങ്ങോട്ടൊരു ദുആ തന്നു, അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരട്ടെ, ഒരു നന്മക്ക് പകരമായി. നിങ്ങൾ ചെയ്ത സ്വതക്കയുടെ കൂലി ഒരുപക്ഷെ ഈ ഒരൊറ്റ വാക്കിന്റെ ഉള്ളിൽ അല്ലാഹു തന്നേക്കും. അതുകൊണ്ട് ആ സ്വതക്കക്ക് വേറെ ഒരു കൂലി കിട്ടാൻ അയാളോട് അങ്ങോട്ടും പറഞ്ഞു കൊടുക്കുക ബാറക്കല്ലാഹു ഫീക്. അപ്പോഴാണ് നിങ്ങൾ നന്മ ഏറെ ചെയ്ത ആളാകുന്നത്. അയാളൊരു ബാറക്കല്ല പറഞ്ഞു, നിങ്ങൾ ബാറക്കല്ലയും അയാൾക്കൊരു ദാനവും കൊടുത്തു, നിങ്ങൾ 2 ചെയ്തു, അയാൾ 1 ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ അയാൾ ഇങ്ങോട്ട് ബാറക്കല്ലാഹു ഫീക് എന്ന് പറയുമ്പോൾ തിരിച്ചും നിങ്ങൾ ബാറക്കല്ലാഹു ഫീക് എന്ന് പറയണമെന്ന് മഹാനായ ഔൻ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു. എന്തിന്? നമ്മുടെ ദാനധർമ്മം ചെയ്തതിന് കൂലിയായിട്ട് നിങ്ങൾ ആ ദുആഇനെ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ടൊരു കാര്യം വേണ്ടി പറയാം, തെറ്റുണ്ടായിട്ടല്ല, പക്ഷേ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? ഒന്നും തിരിച്ചൊന്നും വേണ്ട, ഒരു ഗ്ലാസ് ചായ പോലും നിങ്ങൾ തരണ്ട, നിങ്ങൾ ദുആ ചെയ്താൽ മതി. അങ്ങനെ പറയില്ലേ? നിങ്ങൾ എനിക്ക് ദുആ ചെയ്താൽ മതി, ഇതാ പിടിച്ചോളി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഒരു തരം പകരം ചോദിക്കലാണ്. നമ്മളത് പറയണ്ട എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ തെറ്റുണ്ടോന്ന്? തെറ്റല്ല. പക്ഷേ കാര്യം എത്രയും നന്നായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ, നമ്മൾ ആ ചെയ്യുന്ന ഉപകാരത്തിന് പകരം ഒരു ദുആ പോലും നിങ്ങൾ ചോദിക്കണ്ട. അയാളായിട്ട് ദുആ ഇറക്കുകയാണെങ്കിൽ മാഷാ അല്ലാഹ്, അയാൾ അങ്ങനെ ദുആ ചെയ്തു കൊടുക്കേണ്ട ആളാണ്. നമ്മളൊരു ഉപകാരം നമുക്ക് ലഭിച്ചാൽ തിരിച്ച് ദുആ ചെയ്തു കൊടുക്കണം. പക്ഷേ അത് തരുന്ന ആൾ ചോദിക്കരുത്, നിങ്ങൾ എനിക്ക് ദുആ ഇറക്കണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കരുത്. അപ്പോഴാണ് നമ്മൾ ചെയ്ത സ്വതക്കയുടെ പരിപൂർണമായ കൂലി അള്ളാഹിന്റെ അടുത്ത് കിട്ടുകയുള്ളൂ. നമ്മൾ ആ ദുആ പോലും ചോദിക്കണ്ട. അതൊക്കെ വേണമെങ്കിൽ അവർ ദുആ ചെയ്തോട്ടെ, അള്ളാഹു ഇത് കാണുന്നില്ലേ? അള്ളാഹുവിന്റെ ഹിമായത്തും ഹിഫ്ളും പോരെ. അവർ ദുആ ഇറക്കുകയാണെങ്കിൽ മാഷാ അല്ലാഹ്, ഹുസ്ന അല ഹുസ്ന, നന്മക്ക് മീതെ നന്മയാണ്. പക്ഷേ നമ്മൾ പകരം ചോദിക്കേണ്ട. ആ ആശയമാണ് അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു ഔൻ ഇബ്നു അബ്ദില്ലാഹി തങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഉപകാരം ചെയ്ത് അതിന് പകരം ബാറക്കല്ലാഹു ഫീക് എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചും ഒന്ന് ബാറക്കല്ലാഹു ഫീക് എന്ന് പറയണേ. ഹത്താ തഖ്ലുസ ലക സ്വദഖതുക്, നിങ്ങൾ ചെയ്ത സ്വതക്ക നിങ്ങൾക്ക് പരിപൂർണമായി ഇഖ്ലാസിന്റെ സ്വതക്കയാവാൻ അത് അനിവാര്യമാണെന്ന് ഔൻ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു തആല അൻഹു മഹാനായ മുഹമ്മദ് ബിൻ യൂസുഫ് അൽ ഇസ്ഫഹാനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അനുഭവമുണ്ട്. മുഹമ്മദ് ബിൻ യൂസുഫ് അൽ ഇസ്ഫഹാനി, ഇത് വലിയ അനുഭവമാണ്. ഇത് പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഇൽമുമായി ബന്ധപ്പെട്ട ആലിമീങ്ങളും ഉസ്താദുമാരും മുഅല്ലിമീങ്ങളും ഒക്കെ ജീവിതത്തിലേക്ക് ചേർക്കേണ്ട വലിയ വിഷയമാണ്. നമ്മൾ അതും കൂടെ പറയണ്ടേ? ഏറ്റവും കൂടുതൽ തവക്കുൽ അല്ലാഹ്ക്ക് തവക്കുലാക്കണമെന്ന് പറയുന്ന ആളുകളാണ് ഉസ്താദുമാരും പണ്ഡിതന്മാരും. ഒരു വിഷയം വരുമ്പോഴേക്കും നമ്മൾ പിരിവിനിറങ്ങാണ്, നമ്മളെപ്പോഴേക്കും കൈകാട്ടി ഇറങ്ങാണ്. പലരോട് വിഷമം പറയാൻ എൻ്റെ കുട്ടിനെ കെട്ടിക്കുന്നുണ്ട് കേട്ടോ, പഴയ ബന്ധങ്ങളൊക്കെ മുമ്പ് ജോലി ചെയ്ത സ്ഥലത്തൊക്കെ പോയിട്ട് പോവാൻ, അവരോടൊക്കെ പറയാൻ. ഈ പറച്ചിൽ അത് പറയാതെ തന്നെ അവർ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു. നിങ്ങൾക്ക് തവക്കുലുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു ഇസ്സത്തിലാക്കി തരുമായിരുന്നു. നാട്ടുകാർ മുഴുവനും പിരിവിടത്തൊരു പള്ളിണ്ടാക്കി തന്നിട്ട് എന്താ അതുകൊണ്ട് കാര്യം? നാളെ അവർ പറയില്ലേ ഇത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത പള്ളിയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹല്ലിൽ ജോലി ചെയ്യുമ്പോൾ ആ മഹല്ലുകാരുടെ വിസയും വാങ്ങിയിട്ട് ഒരു പോക്കുണ്ട് ഗൾഫിലേക്ക്. ഗൾഫിൽ നിന്ന് വന്നിട്ട് നല്ലൊരു പുര വെക്കുന്നു ഉസ്താദ്, 2 മാസത്തെ വിസ കൊണ്ട് നല്ലൊരു റാഹത്തിൽ പുരണ്ടായി. അത് പുരണ്ടായി കഴിഞ്ഞാൽ അപ്പോഴേക്കും അടുത്ത മഹല്ലിലേക്ക് ചാടും. അത് ചെയ്യാൻ പാടില്ല എന്ന് ഉസ്താദുമാരോട് ഞാൻ പറയും. ഇവിടെ ഉണ്ടോ അങ്ങനത്തെ ആൾക്കാരൊന്നും എനിക്കറിയില്ല, ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. ഒന്നുമില്ല, അതൊരു നന്ദികേടാണ്. ആ നാട്ടിൽ നിന്നിട്ട് ആ നാട്ടുകാരായ ആളുകൾ കൈയഴിഞ്ഞ് സഹായിച്ചിട്ട് നിങ്ങളൊരു വീട് വെച്ചിട്ട് ഉടനെ അടുത്ത മഹലിലേക്ക്, പിന്നെ അവിടെ നിന്ന് ഒരു 5 കൊല്ലം കഴിഞ്ഞ് വേറെ വിസിറ്റ് അവരെ വക. ഇതൊക്കെ ഒരു തരം യാചനയാണ്. ഇതൊരു തരം യാചനയാണ്. നമ്മൾ തവക്കുലാക്കേണ്ട ആളുകളാണ്, അള്ളാഹുലേക്ക് തവക്കുലാക്കേണ്ട ആളുകളാണ്. ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ, ആരും ഒരു വെറുപ്പിനോട് വിചാരിക്കേണ്ട. നമ്മൾ ചില അപ്രിയ സത്യങ്ങൾ പറയേണ്ടി വരും, ചിലപ്പോൾ അത് ഇഷ്ടമുണ്ടാവില്ല. അത് എന്നെ തന്നെ കുറ്റം പറയുന്ന വിഷയങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. നമ്മൾ നമ്മളെ തന്നെ തിരുത്തേണ്ടവരാണ്. ആരും ദീനിന്റെ വിഷയത്തിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ വില വെച്ചുകൊണ്ട് നമ്മുടെ ദുന്യാവിന് വില പേശരുത് ഒരിക്കലും.
ഗൾഫിലേക്കൊക്കെ വിസിറ്റിന് വരുന്ന ഉസ്താദുമാരുണ്ട്. എന്താ, വീട് പണി തുടങ്ങിയിട്ടില്ല. എത്ര ഉസ്താദിന് വയസ്സ്? 35 വയസ്സാകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ബേജാറായി പോയി, വീട് തുടങ്ങിയിട്ടില്ല. ആരോട് വന്നായി പിരിവെടുക്കുന്നത്? ഗൾഫിൽ 20, 30, 40 കൊല്ലം ജീവിച്ച് ഒരു 5 സെന്റ് ഭൂമി വാങ്ങാൻ പറ്റാത്ത സാധുവിനോട് ചെന്നിട്ട് 50, 100, 200 റിയാലും ദിർഹമുമായിട്ട് വാങ്ങിക്കുകയാണ്. എന്നിട്ട് 2 മാസം കൊണ്ട് വീട് വെച്ചു. ആരായി കൊടുത്തത്? ഒരുപാട് ആളുകൾക്ക്, ദീനീ സ്ഥാപനങ്ങൾക്ക്, മദ്രസക്ക് ഒരുപാട് സംഭാവന ചെയ്ത ഒരുപാട് തൊഴിലാളികൾ, പാവപ്പെട്ട ആളുകൾ, വളരെ സാധുക്കളായ ആളുകൾ. അവരുടെ കൽബിന്റെ ഉള്ളിൽ വിഷമം വരില്ല, റബ്ബേ ഞാനൊരു ഉസ്താദാണെങ്കിൽ ഇങ്ങനെ 2 കൊല്ലം കൊണ്ട് എനിക്ക് വീടായേനെ, എൻ്റെ ഒരു പെങ്ങളെ കെട്ടിക്കാൻ എത്ര കൊല്ലായി ഞാൻ കടം വീട്ടി നടക്കുന്നു റബ്ബേ. ആ മനുഷ്യന്റെ മനസ്സിൽ വിഷമം വരൂലേ? ചില ആളുകൾ വരുന്നത് വാർത്ത് വെച്ചിട്ടുണ്ട്, ജനൽ വെച്ചിട്ടില്ല എന്ന് പറയാനാ. ചിലർ വരുന്ന ഫൗണ്ടേഷൻ തറട്ടിട്ടുണ്ട്, ഒന്ന് ചുമര് പൊന്തിക്കണം. ചിലർ പറഞ്ഞ് ചുമരൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇനി പെയിന്റ് അടിച്ച് ഒന്ന് കയറിയിരിക്കാൻ പരുവത്തിലാവണം. ഇതൊന്നുമില്ലാത്ത പട്ടിണി പാവങ്ങളോടാ നമ്മൾ ഈ കാര്യം വന്ന് ചോദിക്കുന്നത്. അറിയണം, നമ്മൾ അള്ളാഹുലേക്ക് തവക്കുലാക്കേണ്ടവരാണ്. അങ്ങനെ നമ്മൾ തവക്കുലാക്കിയാൽ ചില ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു അത് ചെയ്യിപ്പിക്കും. നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യിപ്പിച്ചു തരും. ദീൻ വിറ്റുകൊണ്ട് നമ്മൾ കാശാക്കുകയോ ദീനിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ദുന്യാവ് വാങ്ങിക്കുകയോ ചെയ്യുന്ന വലിയൊരു അപകടം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് എൻ്റെ മഹാന്മാരായ സുഹൃത്തുക്കളായ ഉസ്താദുമാർ മനസ്സിലാക്കണം. നമ്മൾ ദീൻ ഒന്നിനും പകരം ചോദിക്കാനുള്ളതല്ല, അത് അള്ളാഹുവിനോട് ചോദിക്കാനുള്ളതാണ്. ആരെങ്കിലും നിങ്ങൾക്ക് ഔദാര്യമായി സ്വതക്കയായവരുടെ കൽബ് കൊണ്ട് അള്ളാഹു തോന്നിപ്പിച്ച് നിങ്ങൾക്ക് തന്നാൽ അലല്ലാഹ് വമാഷാ അല്ലാഹ്, അത് വലിയ നന്മയാണ്, നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന നിഅമത്താണ്. പക്ഷേ നിങ്ങളായിട്ട് ചോദിക്കല്ലേ, യാചിക്കാൻ നടക്കല്ലേ. നമ്മൾ തവക്കുല് വേണമെന്ന് ആളുകളോട് പറയുന്നവരാ. നമുക്ക് തവക്കുൽ ഇല്ലാണ്ടിരിക്കാൻ പറ്റുമോ? നമ്മളല്ലേ ഇത് കാണിച്ചു കൊടുക്കേണ്ടത്. എന്തെങ്കിലും വിഷം വരുമ്പോൾ നമ്മൾ പതറുകയാണോ എന്ന് എൻ്റെ സുഹൃത്തുക്കളായ മുഅല്ലിമീങ്ങളോട്, ഉസ്താദുമാരോട് ഞാൻ വളരെ വിനയബുദ്ധിയ അവരോട് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്കൊക്കെ തവക്കുല് തരട്ടെ. സ്വന്തം വിഷയം വരുമ്പോൾ നമ്മൾ തകരുകയാണ്, അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ജീവിതം അള്ളാഹുവിനാണ്, നമ്മുടെ അമൽ അള്ളാഹുവിനാണ്, നമ്മൾ പഠിച്ചത് അള്ളാഹുവിനാണ്. നബി തങ്ങൾ പറഞ്ഞു, അന്ത്യനാളിന്റെ അടയാളങ്ങളുണ്ട്. അന്ത്യനാളിനോട് അടുക്കുമ്പോ ചില ആളുകൾ ദീൻ പഠിക്കുന്നത് പൈസ ഉണ്ടാക്കാനാണ്. ദീൻ പഠിച്ച് വിദ്യാഭ്യാസം ഒരു ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങുമ്പോഴേക്കും ഇതാ ഇന്നാലിന്റെ സ്ഥാപനം പിരിവിനിറങ്ങിക്കോ, ഇത്ര ശതമാനം നിങ്ങൾക്ക് ലാഭമാണ്. അങ്ങനെ സ്ഥാപനങ്ങളുടെ പേരിൽ അല്ലാത്തതിന്റെ പേരിൽ ഭീമമായ കമ്മീഷൻ പറ്റിയിട്ട് ഒരു സമൂഹത്തിലെ പാവപ്പെട്ടവരും അല്ലാത്തവരുമായ ആളുകൾ ഒരു സ്ഥാപനത്തിന് സംഭാവന കൊടുക്കുന്ന 100 എന്ന് പറഞ്ഞാൽ ആ 100 യതീമക്കൾക്ക് കിട്ടണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് അങ്ങനെ 100 കൊടുക്കുമ്പോൾ 60 പിരിവ് നടത്തുന്ന ആൾക്കും 40 സ്ഥാപനത്തിനും ഈ സംവിധാനം ആരാ കൊണ്ടുവന്നത്? ഒരാൾക്ക് ശമ്പളം നിശ്ചയിച്ച് അയാളുടെ ആ സ്ഥാപനത്തിന്റെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് നമുക്ക് നിയമിക്കാൻ പറ്റും. പക്ഷേ കമ്മീഷൻ വാങ്ങിയിട്ട് നമ്മുടെ കീശ വീർപ്പിക്കുകയും സ്ഥാപനത്തെക്കാളും വലിയ മുതലാളിയായി ആ സ്ഥാപനത്തിന്റെ ഖാദിമീങ്ങൾ മാറുകയും ചെയ്യുന്നത് കാണുമ്പോൾ അനർഹമായത് കൈകളിലേക്ക് വരുന്നുണ്ടോ എന്ന് നമ്മൾ പേടിക്കണം. നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടണം. നമ്മളൊക്കെ ഇത് ചിന്തിക്കേണ്ട ആളുകളാണ്. സാധാരണക്കാരോട് നമ്മളിത് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങളുടെ പേരിൽ നടക്കുന്ന പിരിവുകളിൽ പോലും അള്ളാഹുവിന്റെ തൃപ്തിയല്ലാതെ ദുന്യാവിന്റെ ആഗ്രഹവും ബിസിനസ് നടത്തലും നമുക്ക് ലക്ഷ്യമായി വരുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. നമ്മളും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുപോലെ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന ആളുകളാണ് എന്നെൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ വളരെ വിനയത്തോടുകൂടെ എൻ്റെ സുഹൃത്തുക്കളായ മുഅല്ലിമീങ്ങളോട്, ഉസ്താദുമാരോട് സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവേ, നമുക്കൊക്കെ നീ ഞങ്ങൾ ഇഖ്ലാസ് നൽകണേ തമ്പുരാനെ, ഇഖ്ലാസ് നൽകണേ റബ്ബേ. നിന്റെ ദീന് വിറ്റ് ഞങ്ങൾക്കൊന്നും വേണ്ട റബ്ബേ. ദീനിന് പകരം നിന്റെ റിളാ, നിന്റെ തൃപ്തി വേണം റബ്ബേ. ആളുകൾ ചീത്ത പറഞ്ഞാലും കളിയാക്കിയാലും ആളുകൾ പരിഹസിച്ചാലും എന്ത് തന്നെ ചെയ്താലും യാ റബ്ബ് നീ കൈവിടരുത് തമ്പുരാനെ എന്ന ലക്ഷ്യവും ആ ഒരു ബോധവും നമ്മുടെ കൽബിലേക്ക് തരാൻ റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യാൻ. അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ, അല്ലാഹുവേ നീ സഹായിക്കണേ റബ്ബേ, അല്ലാഹുവേ നീ സഹായിക്കണേ തമ്പുരാനെ. മഹാനായ മുഹമ്മദ് ഇബ്നു യൂസുഫ് അൽ അസ്ഫഹാനി, ആ സംഭവത്തിൽ ഞാൻ ഇറങ്ങി വരുന്നത്, മഹാനായ മുഹമ്മദ് ഇബ്നു യൂസുഫ് അൽ അസ്ഫഹാനി തങ്ങൾ ഒരു സ്ഥാപനത്തിൽ പോയിട്ടും ഒരു കച്ചവട സ്ഥാപനത്തിൽ പോയിട്ടും എന്നും ഒരേ കച്ചവട സ്ഥാപനത്തിലേക്ക് പോകാറില്ലെന്നാണ്. എന്തുകൊണ്ട്? അവിടേക്ക് ചെല്ലുമ്പോ ആ പീഡികക്കാർക്ക് ഇയാളെ പറ്റി അറിയാൻ പറ്റൂലേ? അങ്ങനെ അറിയുമ്പോ ഒരു പണ്ഡിതൻ വരികയാണെന്ന പരിഗണന ഇയാൾക്ക് കൊടുത്തു പോകുമല്ലോ. അതുകൊണ്ട് എന്നറിയാത്തിടത്തേക്ക് ഞാൻ പോകൂ, എന്നറിയാത്ത നാട്ടിൽ ചെന്നിട്ടാണ് ഞാൻ സാധനം വാങ്ങിക്കുന്നത്. എന്തുകൊണ്ട് പോവണ്ട? അറിയുന്ന ആളുകൾ, നമ്മൾ അറിയാറില്ല അങ്ങനെയൊക്കെ. ഒരാളെ പരിചയം ഉണ്ടെങ്കിൽ പിന്നെ അവിടേക്കാ ഓടുന്നു. എന്തിന്? അയാൾ ഇച്ചിരി കുറച്ചു തരും, അയാൾ ചിലപ്പോൾ വെറുതെ തന്നെന്ന് വരും, ചിലപ്പോൾ പൈസ വാങ്ങിയില്ല എന്ന് വരും. ആ ഉദ്ദേശത്തോടു കൂടെ ഒരു ആലിമ് ചെയ്താൽ ഇൽമ് വിറ്റിട്ട് ദുന്യാവ് വാങ്ങിക്കുന്ന കുറ്റം അവിടെ വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.
അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് ഇബ്നു യൂസുഫ് അൽ അസ്ഫഹാനി തങ്ങൾ അവരൊരിക്കലും തന്നെ ഒരു ബ്രെഡ് പോലും വാങ്ങിക്കുന്നത് ഒരേ ബേക്കറിയിൽ പോയി വാങ്ങിക്കാറില്ല, ഒരേ സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാറില്ല. വിവിധങ്ങളായ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ചെല്ലും. എന്തിനാണ് അവര് പറയുകയാണ് ഞാൻ ഈ അറിയപ്പെടുന്ന ആളാണെന്ന് ഞാൻ കച്ചവട സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോ അവർക്ക് എന്നെ പറ്റി അറിയരുത്. അങ്ങനെ വന്നാൽ ദീൻ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആളായി ഞാൻ മാറും. അതുകൊണ്ട് എന്നെ അറിയുന്നവരുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് ഞാൻ പോവില്ല എന്ന അഭിമാന ബോധം പഠിപ്പിച്ച മഹത്തുക്കളാ മഹാനായ മുഹമ്മദ് ഇബ്നു യൂസുഫ് അൽ അസ്ഫഹാനി റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം അദ്ഹം തങ്ങൾ പറയട്ടെ, ഇബ്രാഹിം അദ്ഹം തങ്ങളാണ് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കയറി വന്ന മാരക രോഗങ്ങൾ സർജറി ചെയ്യുന്ന മഹാൻ. ഏറ്റവും വലിയ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ കഴിവുള്ള ആത്മീയ ഡോക്ടറാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല. മഹാനായ മൗരിഖുൽ അജലി റളിയല്ലാഹു അൻഹു, മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ ഭയങ്കര കാർഡിയോളജിസ്റ്റുകളാണ്. എങ്ങനത്തെ കാർഡിയോളജി? നമ്മുടെ രക്തധമനിയിൽ രക്തം പോവാനുള്ള ചികിത്സയല്ല, നമ്മുടെ ഖൽബിലേക്ക് ഇഖ്ലാസ് തന്ന് സർവമാന റിയാവും പുറത്തെടുത്ത് കളയാൻ പറ്റുന്ന, ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ആളുകളാ ഈ മഹത്തുക്കൾ. അതുകൊണ്ട് അവരിൽ നിന്ന് നമുക്ക് കേൾക്കണം. എന്താണ് അവർ പറയുന്നത്? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാ, മാ സ്വദഖല്ലാഹു അബ്ദുൻ അഹബ്ബ ശുഹ്റാ. എങ്ങനെ അതിനൊക്കെ അർത്ഥം പറയാ? എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ സമകാലിക ചിത്രത്തിൽ വെച്ച് വ്യാഖ്യാനിക്കുക? മാ സ്വദഖല്ലാഹു അബ്ദുൻ അഹബ്ബ ശുഹ്റ. പ്രശസ്തി ഇഷ്ടപ്പെടുന്ന ഒരാളും, പ്രശസ്തനാവണം എന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളും അള്ളാഹുവിനോട് സത്യസന്ധനാവുന്നില്ല എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. പ്രശസ്തി കിട്ടാൻ വേണ്ടിയുള്ള നടത്തങ്ങൾ, പ്രശസ്തി കിട്ടാൻ വേണ്ടിയുള്ള ഓട്ടങ്ങൾ, ക്യാമറ ചാനലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസ്താവനകളും ഡയലോഗുകളും വിടുന്നത്, ഞാനാണ് ഇവിടെ പറയേണ്ട ആൾ, ഞാൻ പറഞ്ഞാലാണ് കേൾക്കേണ്ടത്, ഞാനാണ് ഇതിന്റെ പറയേണ്ട അവകാശി എന്ന ഭാവനയിൽ പ്രശസ്തിക്ക് വേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ മാ സ്വദഖല്ലാഹു അബ്ദുൻ അഹബ്ബ ശുഹ്റ എന്ന ഈ ഉമ്മത്ത് കണ്ട പ്രഗൽഭനായ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുന്ന മഹാനാണ് ആത്മീയ ഗുരു മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. പ്രശസ്തി ആഗ്രഹിക്കുന്ന ഒരു ആലിമും, ഒരു സാധാരണക്കാരനും, ഒരാൾ പോലും, ഒരു ഉദ്യോഗസ്ഥനും പ്രശസ്തി ആഗ്രഹിക്കുന്നവർ അള്ളാഹു അത് നൽകുകയാണെങ്കിൽ അള്ളാഹു നൽകുന്ന നിഅമത്തും അള്ളാഹു നൽകുന്ന ഫദ്ലും അത് വിനയത്തോടെ സ്വീകരിക്കാം. അഹങ്കരിക്കരുത്. പ്രശസ്തിക്ക് വേണ്ടി ചെയ്തുകൂടാ, ആളാവാൻ വേണ്ടി ചെയ്തുകൂടാ. അങ്ങനത്തവർ അള്ളാഹുവിനോട് സത്യസന്ധത പാലിച്ചില്ല എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഇനി പറയട്ടെ, അടുത്ത കാർഡിയോളജിസ്റ്റ്, അടുത്ത മഹാൻ ബിശ്ർ ഇബ്നുൽ ഹാരിസ് അൽ ഹാഫി റളിയല്ലാഹു അൻഹു. ബിശ്റുൽ ഹാഫി തങ്ങൾ പറഞ്ഞു, ലാ യജിദു ഹലാബത്തൽ ആഖിറ റജുലുൻ യുഹിബ്ബു അൻ യഅരിഫഹു الناس. ജനങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ആഖിറത്തിന്റെ മധുരം അറിയുകയില്ല, പരലോകത്തിന്റെ മധുരം അറിയാൻ കഴിയുകയില്ല. ആളുകൾ എന്നെ അറിയണം, ആളുകൾ എന്നെ ബഹുമാനിക്കണം, ആളുകൾ എന്നെ തിരിച്ചറിയണം എന്ന പ്രശസ്തിക്ക് വേണ്ടി നടക്കുന്ന ഒരാൾക്കും പരലോകത്തിന്റെ മധുരം അറിയാൻ കഴിയുകയില്ലെന്ന് മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. എന്റെ മുഅ്മിനെ, എന്തിനാ നമ്മുടെ നാടുകളിൽ ഒച്ചപ്പാടുകൾ ഉണ്ടാകുന്നത്? എന്തിനാണ് ഒരു പള്ളി കമ്മിറ്റിക്ക് ജനറൽ ബോഡി കൂടുമ്പോ അമുസ്ലിമീങ്ങളായ ആളുകൾ താമസിക്കുന്ന ഈ പരിസര പ്രദേശങ്ങളിൽ എന്തിനാണ് പോലീസിന്റെ അകമ്പടി? അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന പള്ളിയിൽ എന്തിനാ പോലീസുകാരെ നമുക്ക് കാവൽ നിർത്തേണ്ടി വരുന്നത്? എന്തിനാ നമ്മുടെ പള്ളി? ആളാവാനാണോ? ഇത് ഞങ്ങളുടേതാണെന്ന് പറയാനാണോ? ഞങ്ങളാണ് ഇതിന് നടത്തിപ്പുകാരെന്ന് പറയാനോ? അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇത്ര പള്ളിയുണ്ട്, ഇത്ര സ്ഥാപനമുണ്ട്, ഇത്ര മദ്രസയുണ്ടെന്ന് എണ്ണം കൂട്ടാനാണോ? അല്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാ. എന്തിനാ നമ്മൾ പള്ളി ഉണ്ടാക്കുന്നത്? ചോദിക്കുകയാണ്. അമുസ്ലിമീങ്ങളായ ആളുകൾ ഈ രാജ്യത്തില്ലേ? പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലില്ലേ? അവരറിയുന്നില്ലേ നമ്മുടെ പള്ളിയിൽ ഈ പള്ളിയുടെ നടത്തിപ്പ് ആരാണ് തിരഞ്ഞെടുക്കേണ്ടത്? ആരാണ് പള്ളിയുടെ അധികാരികൾ? ആരാണ് പള്ളി കമ്മിറ്റിക്ക് ഭാരവാഹിത്വം ഏറ്റെടുക്കേണ്ടത്? അതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ, ആലോചനകൾ നടക്കുമ്പോൾ പോലീസുകാരെ പാറാവുകാരായി നിർത്താതെ, അടിപിടി കൂടാതെ ഈ സംഘം പിരിയില്ല എന്ന് മറ്റു സമുദായത്തോട് എന്തിന് മുഅ്മിനെ നമ്മൾ പറഞ്ഞറിയിക്കണം? എന്താ നമ്മുടെ ജനറൽ ബോഡിയുടെ ലക്ഷ്യം?
എന്താ നമ്മുടെ പള്ളി കമ്മിറ്റിയുടെ ലക്ഷ്യം? എന്തിനാ പള്ളിയുടെ പേരിൽ നമ്മൾ തർക്കമുണ്ടാക്കുന്നത്? എന്തിനാ ദീനീ സ്ഥാപനത്തിന്റെ പേരിൽ തർക്കമുണ്ടാക്കുന്നത്? നമ്മുടേതെന്ന് പറയാനോ, ഞങ്ങളാ ഇതിന്റെ ആളെന്ന് പറയാനോ? ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഇവിടെ ദീൻ പഠിപ്പിക്കുന്നത്? ആർക്ക് നിസ്കരിക്കാനാ പള്ളി ഉണ്ടാക്കിയത്? അള്ളാഹ്ക്ക് വേണ്ടിയാണോ? അല്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ? എന്റെ മുഅ്മിനെ, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ കാസർഗോഡ് ജില്ലകളിൽ പോലീസുകാരുടെ അകമ്പടിയില്ലാതെ ജനറൽ ബോഡി കൂടാൻ പറ്റാത്ത പള്ളികളില്ലേ? നിങ്ങൾ പറയുന്നോട് ഇല്ലേ? ഉണ്ടല്ലോ. എന്തുകൊണ്ട് അള്ളാന്റെ ഭൂമിയിൽ തലവെച്ച് സുജൂദ് ചെയ്ത് സുജൂദിൽ കിടന്ന് പറയേണ്ട വാക്കെന്താ? സുബ്ഹാന റബ്ബിയൽ അലാ. അല്ലാഹുവേ, 7 ആകാശങ്ങളുടെ മേൽ അധികാരമുള്ള റബ്ബേ, നീയാണ് റബ്ബേ ഏറ്റവും വലിയവൻ. ഞാനും എൻ്റെ തലയും എൻ്റെ മുഖവും ഞാൻ തന്നെ മണ്ണോളമാണ്. ഞാൻ മണ്ണാണ് റബ്ബേ, നീയാണ് എൻ്റെ ഇലാഹെന്ന് വിളിച്ചു പറയുന്ന നമ്മൾ അഹങ്കാരം കൽബിൽ കൊണ്ടു നടന്നിട്ട്, അഹങ്കാരം കൽബിൽ കുടികൊള്ളിച്ചിട്ട് എന്ത് സുജൂദ് കൊണ്ട് ഫലമുണ്ട് മുഅ്മിനേ? എന്താണ് ആ സുജൂദ് കൊണ്ട് ഫലം? എന്തിനാ നമ്മുടെ നിസ്കാരം? എന്തിനാ നമ്മുടെ ഖുതുബ? എന്തിനാ നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കുന്നത്? ഫിത്നകളും ഫസാദുകളും ഉണ്ടായി നമ്മുടെ മക്കളുടെ കൽബിന്റെ ഇടയിൽ 2 ചുമര് വെക്കാൻ എളുപ്പമാണ്. നമ്മുടെ മനസ്സുകൾക്കിടയിൽ ചുമരുണ്ടാക്കാൻ എളുപ്പമാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ശബ്ദം ചിഹ്നമായി നമ്മളെ തുണ്ടമായി ശത്രുക്കളുടെ മുമ്പിലേക്ക് വലിച്ചെറിയാൻ എളുപ്പമാണ്. മുറിവ് ഉണക്കാനാണ് പ്രയാസം, ഫിത്ന ഇല്ലാതെയാക്കാനാ പ്രയാസം. അതുകൊണ്ട് മുഅ്മിനെ, തലപ്പാവ് കെട്ടിയവരും കെട്ടാത്തവരും, ദീൻ പഠിച്ചവരും പഠിക്കാത്തവരും ഈ ഉമ്മത്തിനെ കഷ്ടമാക്കരുത്. വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ പറയുകയാണ്. ആരാണ് ഇവിടുത്തെ കമ്മിറ്റികളെന്നോ ഇതിന്റെ പ്രസ്ഥാനം ആര് നടത്തുന്നുവെന്നോ എനിക്കറിയില്ല, എനിക്കത് പ്രശ്നവുമല്ല. പക്ഷേ ദീനിന്റെ പേരിൽ അള്ളാഹ് ചെയ്യേണ്ട പണിയുടെ പേര് പറഞ്ഞ് ഈ ഉമ്മത്തിന്റെ മനസ്സുകളെ നിങ്ങൾ കഷ്ണിക്കരുത്. ഉമ്മത്തിന്റെ ശബ്ദം 2ആക്കിയ ആളുകളുണ്ട്. ഈ ഉമ്മത്തിനെ 2 വിഭാഗമായി, കണ്ടാൽ സലാം പറയാതെ, കണ്ടാൽ മിണ്ടാതെ, വൈരാഗ്യത്തോടെ ഒരു കാഫിറിനെ കാണുന്ന പോലെ അഹ്ലുസുന്ന വൽ ജമാഅത്തിനിടയിൽ ആളുകൾ പരസ്പരം വൈരാഗ്യം കാണിക്കുന്ന ശബ്ദം, അത്തരം സ്വഭാവം, അത്തരം പരിസരം ഉണ്ടാക്കി വെച്ചവർ ആരായിരുന്നാലും അല്ലാഹു ജല്ല ജലാലുവിന്റെ കോടതിയിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു അമലും പകരം നിൽക്കാൻ പോകുന്നില്ല. അത്ര പള്ളിയുണ്ട്, ഇത്ര സ്ഥാപനമുണ്ട്, ഇത്ര മുതഅല്ലിമീങ്ങളുണ്ട്, എന്ത് ചെയ്താൽ തന്നെയും ഈ ഉമ്മത്തിനെ 2 കഷ്ണമാക്കിയതിന് പകരം വെക്കാൻ ഇതൊന്നും സാധ്യമല്ല മുഅ്മിനെ. അള്ളാന്റെ ദീൻ വലുതാണ്, ഈ ഉമ്മത്ത് വലുതാണ്, ശരീഅത്ത് വലുതാണ്. പ്രസ്ഥാനമല്ല വലുതിവിടെ, നിങ്ങളുടെ നേതാവല്ല വലുതിവിടെ, നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ആരുടെ പേരിലാണ് അതല്ല ഇവിടെ വലുത്, ഏത് സംഘടനയാണ് അതല്ല ഇവിടെ വിഷയം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ, അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ, അതല്ല സംഘടന വളർത്താനാണോ ചെയ്യുന്നത്? നമുക്ക് എന്താ ഇവിടെ വേണ്ടത്? അള്ളാന്റെ പൊരുത്തമാണോ വേണ്ടത്? ഖബറിൽ പോയി കിടക്കുമ്പോ ഈ സംഘാടകർ ആരെങ്കിലും വരുമോ നിന്റെ അടുത്ത്? ആരെങ്കിലും വരുമോ നിന്റെ അടുത്ത് കൊടിപിടിക്കാൻ? ആരെങ്കിലും വരുമോ നിന്റെ അടുത്ത് ആശ്വാസം പറയാൻ? നീ ചെയ്ത അമലുകളല്ലാതെ നിന്റെ ഖബറിൽ നിന്റെ കൂടെ കടക്കാൻ ആരും പോരുന്നില്ല. അതുകൊണ്ട് മുഅ്മിനെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വളരെ വിഷമത്തോടുകൂടെ പറയാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇബ്ലീസ് കൂടെയുണ്ട്, ഇബ്ലീസ് തലയിൽ കയറിയ മനുഷ്യന്മാരും കൂടെ ഉണ്ടാകും. ഒരു പ്രശ്നം തീർക്കാൻ ഒരുപാട് കാലമെടുക്കും. ഒരു മഹല്ല് വിഭജിക്കാൻ 1 ദിവസം മതി. ഒരൊറ്റ ജനറൽ ബോഡിയിൽ 4 ആൾ ഫിത്ന പറഞ്ഞാൽ അവിടെ തർക്കമുണ്ടാകും. ആ തർക്കം പരിഹരിക്കാൻ നൂറ്റാണ്ടുകൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് മുഅ്മിനെ, കേരളം നല്ല നവജാഗരണമുള്ള ദീനീ ഉത്ബോധനവും ഉത്ഥാനവുമുള്ള നാടാണെന്ന് അഭിമാനം പറയുന്ന നമ്മൾ ഈ വക കാര്യങ്ങൾ കൂടെ ഒന്ന് പരിഹരിക്കണേ. നമ്മളൊന്ന് ചിന്തിക്കണം. എത്ര കാലമാണ് നമ്മൾ തമ്മിൽ തല്ലുക? എത്ര കാലമാണ് നമ്മൾ പരസ്പരം പഴിചാരുക? എത്ര കാലമാണ് നമ്മൾ കണ്ടിട്ട് മിണ്ടാതെ, സലാം പറയാതെ, മുഖത്ത് ഗൗരവത്തോടെ, ചുവന്ന കണ്ണുമായി, വൈരാഗ്യത്തോടുകൂടെ, എന്തോ പക തീർക്കാനുള്ള ഭാവത്തിൽ ആരോടാ നമ്മൾ ഈ കളിക്കുന്നത്? ദീന് വെച്ചിട്ടാണോ? അള്ളാന്റെ പുണ്യം കിട്ടാനാണെങ്കിൽ ഇതല്ല മുഅ്മിനിന്റെ സ്വഭാവം. മുഅ്മിൻ വിനയവും താഴ്മയും കാണിക്കേണ്ടവനാണ്. അള്ളാന്റെ വിഷയത്തിൽ എന്ത് വീട്ടുവിഷക്കും തയ്യാറാവേണ്ട ആളാണ്. അതുകൊണ്ട് മുഅ്മിനെ, അള്ളാഹുവിനെ ഉദ്ദേശിച്ചു പറയട്ടെ, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ. നിങ്ങളെല്ലാവരും അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കണമേ. അള്ളാഹ്ക്ക് ഒരുമിച്ച് നിൽക്കണേ. ഒന്നുകൂടെ പറയട്ടെ മുഅ്മിനെ, എൻ്റെ മനസ്സിലെ വിഷമം കൊണ്ട് പറയുകയാ. നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമല്ലേ, എന്ത് തന്നെ നിങ്ങൾ ചിന്തിച്ചാലും, നിങ്ങൾ എഴുതി വിട്ടാലും പറഞ്ഞു വിട്ടാലും ഐ ഡോണ്ട് കെയർ അറ്റ് ഓൾ. വിഷയമല്ല. പള്ളി ഉണ്ടാക്കുന്നത് പുണ്യമാണോ? ആണ്, പുണ്യമാണ്.
മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയാൽ വലൗ കമഫ്ഹസി ഖതാ. എന്താ അതിന്റെ അർത്ഥം? ഒരു പ്രാവിന് ഇരിക്കാൻ പറ്റുന്നത്ര, ഒരു പ്രാവിന് ഇരിക്കാൻ പറ്റുന്നത്ര വലിപ്പമുള്ള പള്ളി. ഒരു മെഹ്റാബിൽ എത്ര പ്രാവിനിരിക്കാം? എത്ര പ്രാവിനിരിക്കാം ഒരു മെഹ്റാബിൽ? ഒരു മെഹ്റാബോളം പോലും ഇല്ലാത്ത കൊച്ചു പള്ളി നിങ്ങൾ ഉണ്ടാക്കിയാൽ അള്ളാഹു സ്വർഗം തരും എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒരു പ്രാവിനിരിക്കാൻ പറ്റുന്ന പള്ളി നിങ്ങൾ ഉണ്ടാക്കിയാൽ അള്ളാഹ് സ്വർഗം തരുമെന്നാണോ ഹബീബ് പറഞ്ഞത്? ആണോ? മൻ ബനാ ലില്ലാഹി മസ്ജിദാ, അള്ളാഹ്ക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കിയാൽ, അള്ളാഹ്ക്ക് വേണ്ടി ഒരു പ്രാവിനിരിക്കാവുന്ന സ്ഥലം നിങ്ങൾ പള്ളിയായി കൊടുത്താൽ സ്വർഗത്തിൽ കൊട്ടാരം തരും. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ. ഓരോ പാർട്ടിക്കാരും പള്ളിക്ക് മുമ്പിൽ പള്ളി വരാൻ തുടങ്ങിയാൽ അറബികളെ പറ്റിക്കാൻ എളുപ്പമാണ്. ഇത്ര ആളുകൾ താമസിക്കുന്ന നാടാണ്, അവിടെ പള്ളിയില്ല, ഒരു നോട്ടീസ് ഉണ്ടാക്കി. പച്ചപ്പാവങ്ങളായ ആളുകൾ ഇത് ആവശ്യമുള്ള നാടാണെന്ന് വിചാരിച്ച് അവർക്ക് സഹായധനം കൊടുക്കുന്നു. അങ്ങനെ പള്ളി ഉണ്ടാവുന്നു. നമ്മൾ ചിന്തിക്കണം മുഅ്മിനെ, നമ്മുടെ മനസ്സുകൾക്കിടയിൽ മതിൽ വെക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം. ആ ആളുകൾ ആ പണി നിർത്തണം. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹിനെ വിചാരിച്ച് നിർത്തണം. ഒരു പള്ളിയെങ്ങാനും ഈ പള്ളിക്ക് മുമ്പിൽ വന്നാൽ ഖിയാമത്ത് നാൾ വരെ അത് പള്ളിയല്ലേ. 2 ജുമുഅ 2 കൂട്ടർ തുടങ്ങി. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു പള്ളി, ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന സംവിധാനം നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ ഏതെങ്കിലും അറബികളെ പിടിച്ചിട്ടോ അല്ലാതെയോ പള്ളി നമ്മൾ തൊട്ടപ്പുറത്ത് കൊണ്ടുവന്നുണ്ടാക്കിയാൽ ഇവിടുന്ന് ബാങ്ക്, അവിടുന്ന് ബാങ്ക്, അവിടെ ഒരു ജുമുഅ, ഇവിടെ ഒരു ജുമുഅ. ഇനി ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾക്കൊക്കെ നന്നാവണമെന്ന് തോന്നുകയും ഒന്നാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് ഒന്നാവാൻ നിന്നാൽ ഈ പള്ളി പൊളിച്ചു മാറ്റാൻ പറ്റുമോ? അത് രണ്ടായി തന്നെ നിന്നില്ലേ? 2 വിഭാഗമായി മാറിയില്ലേ? ആ പള്ളിയുടെ പേരിൽ ഉണ്ടാകുന്ന ഫിത്നകൾ, അതിന് പകരം അള്ളാഹു സ്വർഗം തരില്ല മുഅ്മിനെ. മസ്ജിദു ദിറാർ മദീനയിൽ ഉണ്ടാക്കിയ മുനാഫിക്കുകളെ അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ആ പള്ളി ചുട്ടുകരിക്കാൻ പറഞ്ഞില്ലേ? പള്ളിയല്ലേ ഉണ്ടാക്കിയത് മദീനയിൽ? മുനാഫിക്കീങ്ങൾ ഉണ്ടാക്കിയ പള്ളി. ലാ തഖും ഫീഹി അബദാ. ഒരിക്കലും നബിയേ, ഒരിക്കലും നബിയേ നിങ്ങൾ ആ പള്ളിയിൽ പോവാൻ പാടില്ല. നബി തങ്ങൾ ജീവിച്ചിരിക്കെ തബൂക്കിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാ മദീനയിലെ കപട വിശ്വാസികൾ ഇസ്മൻ വതഫരീഖൻ, മുഅ്മിനീങ്ങളായ ആളുകളുടെ മനസ്സിനെ വേർപെടുത്താൻ വേണ്ടി മദീനത്തെ പള്ളി ഉണ്ടായിരിക്കെ, ഹബീബായ നബിയുടെ കൂടെ നിസ്കരിക്കാൻ കഴിയുമായിരിക്കെ മുസ്ലിമീങ്ങളിൽ നിന്ന് വിഭാഗീയതയുണ്ടാക്കി വേറൊരു പള്ളി ഉണ്ടാക്കിയപ്പോ എന്താ അള്ളാഹു പറഞ്ഞത്? ചവിട്ടരുത് നബിയെ അങ്ങ്. ആ പള്ളിക്ക് ഉദ്ഘാടനത്തിന് വിളിച്ചു അല്ലാഹുവിന്റെ റസൂലിനെ. അള്ളാന്റെ ആയത്ത് വന്നു, ലാ തഖും ഫീഹി അബദാ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. പൊന്നാര നബിയേ, അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പള്ളിയുണ്ട് മദീനയിൽ, മസ്ജിദ് ഖുബാ. മിൻ അവ്വലി യൗമിൻ, അങ്ങ് പരിശുദ്ധമായ കാലുകൊണ്ട് മദീനയിലേക്ക് കാലുകുത്തിയ അന്ന് മുതൽ അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പള്ളിയുണ്ട് നബിയെ മദീനയിൽ. ആ പള്ളിയിലേക്ക് പോയാൽ മതി, ഈ പള്ളിയിലേക്ക് അങ്ങ് ചവിട്ടരുത് നബിയെ എന്ന് അള്ളാഹിന്റെ വഹി വന്നില്ലേ? നമ്മൾ പറയും പള്ളി ഉണ്ടാക്കുന്നത് പുണ്യമല്ലേ എന്ന്. പുണ്യമാണ്. മുസ്ലിമീങ്ങളെ വിഭജിക്കാനാണെങ്കിൽ, മുസ്ലിമീങ്ങളുടെ മനസ്സിൽ വേർതിരിവും വിഭിന്നതയും ഉണ്ടാക്കാനാണെങ്കിൽ ആ പള്ളി ഉണ്ടാക്കിയതിന് കിട്ടുന്നത് അള്ളാഹിന്റെ നരകമാണെന്ന് മനസ്സിലാക്കും മുഅ്മിനെ. മസ്ജിദുൽ ദിറാർ കരിച്ചു കളയാനാ മുത്തുനബി പറഞ്ഞത്. കരിച്ചു കളയാൻ പറഞ്ഞു മുത്തുനബി. അള്ളാന്റെ വഹി വന്നു, കരിച്ചു കളയണം നബിയെ. എന്തുകൊണ്ട്? പള്ളിയല്ലേ, എണ്ണം കൂടട്ടെ എന്ന് നബി പറഞ്ഞോ? എന്തുകൊണ്ടുണ്ടാക്കി? ലക്ഷ്യം എന്തായിരുന്നു? ലക്ഷ്യം തഫരീഖൻ ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ 2ആയി തിരിക്കാൻ ഒരുമ്പെട്ട ആളുകൾ, മുസ്ലിമീങ്ങളുടെ കോലം കെട്ടിയവർ, മുനാഫിക്കുകളായ ആളുകൾ മുസ്ലിമീങ്ങളെ 2ആക്കി തിരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ആ പള്ളി വേണ്ട നബിയെ, അത് ഇഖ്ലാസിന്റെ പള്ളിയല്ല, അള്ളാഹ് ഇഖ്ലാസോടുകൂടെ ഉണ്ടാക്കിയതിൽ പോയാൽ മതിയേ നിങ്ങളെന്ന് ഹബീബായ നബിക്ക് വഹി വരുന്നു, അള്ളാഹുവിന്റെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് മുഅ്മിനെ, കർമ്മങ്ങൾ എന്ത് എന്നതല്ല വിഷയം, എന്തിന് ചെയ്യുന്നു എന്നതാണ്, എന്താണ് ലക്ഷ്യം എന്നതാ വിഷയം. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ ഉമ്മത്തിൽ വിഭാഗീയതകൾ ഇനിയെങ്കിലും ഉണ്ടാവാതെ,
ഇവിടെ നിന്ന് അങ്ങോട്ടെങ്കിലും ഒരു ജനറൽ ബോഡിക്കും പറാവുകാരായി നിയമപാലകന്മാരെ വിളിച്ചുകൊണ്ടുവരേണ്ട ഗതികേടുണ്ടാവാതെ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനുള്ള പള്ളിയുടെ വിഷയമാണത്. സുജൂദ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ വിനയമാണ്. നെറ്റി എന്ന തലയുയർത്തി നടത്തുന്ന നെറ്റി മണ്ണിലേക്ക് വെച്ച് റബ്ബേ, ഞാൻ മണ്ണിന് തുല്യമാണ് റബ്ബേ, നീയാണ് അഅ്ലാ, ഏറ്റവും വലിയവൻ നീയാണ് റബ്ബേ എന്ന് പറയുന്ന പണി ചെയ്യുന്ന സ്ഥലത്തിനാ മസ്ജിദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനെ, ഇതിന്റെ പേരിൽ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കരുത്, ഇതിന്റെ പേരിൽ വിഭാഗീയതകൾ ഉണ്ടാക്കരുത്. ഉസ്താദുമാർ അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യരുത്. വിഭാഗീയതക്കല്ല നേതൃത്വം കൊടുക്കേണ്ടത്, മസ്ലഹത്ത് ഉണ്ടാക്കാനാ ആൺകുട്ടികൾ വരേണ്ടത്. മസ്ലഹത്താണ് ഉണ്ടാക്കേണ്ടത്. വിഭാഗീയത ഉണ്ടാക്കാൻ ഇവിടെ പണിയുണ്ടോ? ഞാനിവിടെ എന്തെങ്കിലും ഇന്ന് പ്രസംഗിച്ചു പോയാൽ ഈ നാട്ടിൽ വിഭാഗീയത ഉണ്ടായാൽ എനിക്കെന്ത് ഛേദം? ഞാനത് ചെയ്യാൻ പാടുണ്ടോ? പ്രസംഗിച്ചു പോകുന്ന ആളുകളുണ്ട്, 4 ആളുകളെ തെറ്റിക്കുന്നവർ, ഒരു മഹല്ലിനെ വിഭാഗീയതയിലേക്ക് കൊണ്ടുപോകുന്നവർ, സംഘടനയുടെ പേര് പറഞ്ഞ് അലിമീങ്ങളെയോ സാദാത്യങ്ങളെയോ ചീത്ത പറഞ്ഞ് മഹാന്മാരായ സയ്യിദന്മാരുടെ പേര് പോലും ചോദിച്ച് അപമാനിക്കുന്ന അവസ്ഥകൾ ഒരു സ്റ്റേജിൽ സംഭവിച്ചാൽ, അവരിറങ്ങിപ്പോയാൽ ആ നാട്ടിൽ നടക്കുന്ന അപകടത്തിന്, ആ നാട്ടിൽ നടക്കുന്ന ഫിത്നകൾക്ക് ആരാ ഉത്തരവാദി? ഈ പറഞ്ഞു പോയ ആളുകൾ അല്ലേ? ഫിത്നയുണ്ടാക്കാൻ എളുപ്പമാണ്, മസ്ലഹത്തുണ്ടാക്കുന്നതാണ് അല്ലാഹുവിന് ഖൈർ, വസ്സുൽഹു ഖൈർ. നമ്മൾ മിണ്ടാതെ നടക്കലല്ല അല്ലാഹുവിന് ആവശ്യം. അഫ്ശുസ്സലാം, സലാം പറയണം. നിങ്ങൾ പരസ്പരം നന്നാവണം. നിങ്ങൾ നല്ലവരായി ഒന്നായി ജീവിക്കണേ. ഒരു ഇമാമിന്റെ കീഴിൽ അച്ചടക്കത്തോടുകൂടെ 5 നേരം നിസ്കരിക്കാൻ പഠിപ്പിച്ച ദീനാണിത്. നമുക്കെന്താ ഇമാമത്തിന്, നമുക്ക് ഇമാമത്ത് അംഗീകരിക്കാൻ പ്രയാസം? നമ്മൾ ആർക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ട് മുഅ്മിനെ, സംഘടന വളർത്താനല്ല ദീനിൽ പ്രവർത്തിക്കേണ്ടത്, സംഘടനയുടെ പേരിനല്ല ദീൻ. ദീൻ എന്ന് പറയുന്നത് ലില്ലാഹ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ജീവിതം, എൻ്റെ മരണം, എൻ്റെ നിസ്കാരം, എൻ്റെ ഇബാദത്ത് റബ്ബേ ആർക്കാണ്? ലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് റബ്ബേ. ഇതല്ലേ നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത്. ആ ഇഖ്ലാസിലേക്ക് നമുക്ക് തിരിച്ചു വരണം. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവണം. അതുകൊണ്ട് മുഅ്മിനെ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയെങ്കിൽ അതിൽ നിങ്ങൾ വിഷമം തോന്നേണ്ട കാര്യമല്ല ഇത്. നിങ്ങൾ വിഷമിക്കരുത്. നമ്മുടെ സമൂഹത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി പറയാൻ ഇന്ന് ആളുകൾക്ക് മടിയാണ്, അല്ലെങ്കിൽ പേടിയാണ്. എന്തിന് പേടിക്കണം? അള്ളാഹുവിന്റെ ദീന് പറയാൻ എന്താണ് ഇവിടെ പേടി? ആരെ പേടിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്? അള്ളാന്റെ ദീന് നമ്മൾ പറയൽ അനിവാര്യമാണ്, നിർബന്ധമാണ്. ജനങ്ങൾ ചിലപ്പോൾ തള്ളിക്കളഞ്ഞെന്ന് വരും, അവർ ചിലപ്പോൾ അംഗീകരിച്ചില്ലെന്ന് വരും. നമുക്കതിന് കുറ്റമുണ്ടോ? ഇല്ല, ഒരു കുറ്റവുമില്ല. എന്തുകൊണ്ടില്ല? മൂസ നബിയെ, ഇദ്ഹബി ഇലാ ഫിർഔന ഇന്നഹു തഗാ, ഞാനാണ് അല്ലാഹു എന്ന് പറയുന്ന ഫറോവയോട് മൂസ നബിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ പോകണം. മൂസ നബിയെ, അല്ലാഹുവിനറിയില്ലേ ഈ ഫറോവ ചെങ്കടലിൽ കാഫിറായി മരിക്കാൻ പോകുന്ന ആളാണെന്ന്? അല്ലാഹ്ക്കറിയൂലേ ഫറോവയുടെ അന്ത്യം എന്താണെന്ന്? ലഅല്ലഹു യസ്സക്കാ ലഅല്ലഹു യതദക്കർ. ഫറോവ നന്നായേക്കും, ഫറോവ മുസ്ലിമായേക്കും. മൂസ നബിയെ, നിങ്ങൾ പോയി നന്നാക്കൂ. റബ്ബിനറിയില്ലേ അവൻ നന്നാവില്ലെന്ന്? എന്നിട്ട് എന്തിനാ മൂസ നബിയെ പറഞ്ഞയച്ചത്? അത് നബി എന്ന നിലയിൽ, ആലിം എന്ന നിലയിൽ മൂസ നബിയുടെ ഉത്തരവാദിത്വമാണ്. ഈമാൻ സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും അള്ളാഹുവിന്റെ ഖളാഉമായി ബന്ധപ്പെട്ട വിഷയമാണ്. റിസൾട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നതല്ല വിഷയം. നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിക്കണം. ബാക്കി വിഷയം അലല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനെ, ഗൗരവത്തോടുകൂടെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ, കാസർഗോഡ് ജില്ലകളിൽ വളരെ പെട്ടെന്ന് വർഗീയമായ കലാപങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളാണ്. വളരെ സ്നേഹത്തോടെ, സംയമനത്തോടെ നമ്മുടെ കൂടെയുള്ള ഇതരമത വിശ്വാസികളോടുകൂടെ അടുപ്പത്തിൽ കഴിയണമെന്ന് പഠിപ്പിച്ച ശരീഅത്താ നമ്മുടേത്. നമ്മളങ്ങ് വയലേറ്റായി പോവല്ല, നമ്മളങ്ങ് വളരെ പെട്ടെന്ന് ഇമോഷണലായി പോവല്ലിൻ, വളരെ പെട്ടെന്ന് ഹോട്ട് ടെമ്പേർഡായി പോവല്ലിൻ. നമ്മളെ കണ്ട് ദീൻ എന്താണെന്ന് മനസ്സിലാക്കാൻ മറ്റു അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് നമ്മൾ അവസരം കൊടുക്കണം. നമ്മൾ തമ്മിൽ തല്ലി മരിക്കാൻ തുടങ്ങിയാൽ എപ്പോഴാ മുഅ്മിനെ നമുക്ക് ദഅവത്ത് ചെയ്യാൻ നേരം? എപ്പോഴാ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മുടെ ദീനിലേക്ക്, ദീനിനോടൊരു സ്നേഹവും മുസ്ലിമീങ്ങളോടൊരു മമതയും, ഈ ദീൻ അള്ളാഹുവിന്റെ ദീനാണെന്ന് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ തമ്മിൽ ഇങ്ങനെ ചിന്നിച്ചിതറിപ്പോയാൽ എപ്പോഴാ നമുക്കത് ചെയ്യാൻ കഴിയുന്നത്? അതുകൊണ്ട് മുഅ്മിനെ, തിരിച്ചു വരണം. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി
فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ഞാൻ അവസാനിപ്പിക്കട്ടെ. മഹാനായ അലി ഇബ്നു മക്കാർ അൽ ബസ്രി സാഹിദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, ലഅൻ അൽഖ ശൈത്വാന أحب إلي من أن ألقى فلانا أخاف أن أتصنع له فأسقط من عين الله. ഒരു പിശാചിനെ കണ്ടുമുട്ടൽ എനിക്കിഷ്ടമാണ്. ഞാൻ ഏതെങ്കിലും ഒരാളുടെ മുമ്പിൽ അയാൾക്ക് വേണ്ടി എന്തെങ്കിലും അയാൾക്കൊപ്പിച്ച് അയാളുടെ ഇഷ്ടത്തിനൊത്ത് അയാൾ ഇഷ്ടപ്പെടുന്ന വാക്കുകൾ പറയാൻ വേണ്ടി അയാൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ഒരാളുടെ മുമ്പിൽ ഞാൻ ചെന്ന് പറയുന്നതിനേക്കാളോ ഒരാളുടെ മുമ്പിൽ ഞാൻ ചെന്ന് അഭിനയിക്കുന്നതിനേക്കാളോ എത്രയും എനിക്കിഷ്ടമായത് പിശാചിനെ ചെന്ന് കാണലാണെന്ന് മഹാനായ അലി ഇബ്നു മക്കാർ അൽ ബസ്രി റളിയല്ലാഹു അൻഹു ഫഅസ്ഖുതു മിൻ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ച് പറയേണ്ട കാര്യം ആളുകൾക്കൊപ്പിച്ച് പറയാൻ തുടങ്ങിയാൽ, ജനങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം പറയാൻ തുടങ്ങിയാൽ അള്ളാന്റെ കണ്ണിൽ നിന്ന് ഇയാൾ താഴെ വീഴുപോകുമെന്ന് മഹാനായ അലി ഇബ്നു മക്കാർ റളിയല്ലാഹു അൻഹു. ഇന്നത്തെ ദാഴികൾ, പ്രബോധകന്മാർ, വഅദ് പറയുന്നവർ, ഇമാമിങ്ങൾ, ഖതീബുമാർ, ഖാദിമാർ ജനങ്ങളുടെ കയ്യടി കിട്ടാൻ പ്രവർത്തിക്കേണ്ടവരല്ല, അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. അള്ളാന്റെ ഹുക്മ നടപ്പാക്കേണ്ടവരാണ്. അള്ളാഹുവിന് വേണ്ടി ശബ്ദിക്കേണ്ടവരാണ്. നാട്ടുകാരോ മഹല്ലുകാരോ മുതലാളിമാരോ കമ്മിറ്റിക്കാരോ അവരിഷ്ടപ്പെടുന്നത് പറയാനുള്ളവരല്ല ദീനിന്റെ ആലിമീങ്ങൾ. അവർക്ക് മുഖം നോക്കാതെ പറയേണ്ടി വരും. അതിൽ പക്ഷേ നാട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് വരും, സ്വാഭാവികമാണ്. ഏതെങ്കിലും ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ വർഷങ്ങളോളം നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നത് അള്ളാഹുവിന്റെ തൗഫീഖാൻ, അല്ലെങ്കിൽ അത് മുദാറാത്താണ്. മുദാറാത്ത് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒന്നും മിണ്ടാതെ, നാട്ടിൽ അനാചാരങ്ങൾ നടക്കുമ്പോൾ കമ്മിറ്റി ഭാരവാഹികൾ പോലും തിന്മ ചെയ്യുമ്പോൾ കണ്ടില്ല എന്ന് വിചാരിച്ച് മിണ്ടാതെ നിന്നാൽ ഒരു മഹല്ലിൽ 50 കൊല്ലം ജോലി ചെയ്യാൻ കഴിയും. ഒന്നും മിണ്ടാതെ, കമ്മിറ്റിക്കാർക്ക് എതിരായിട്ടൊന്നും പറയാതെ പിരിച്ചുവിട്ടാൽ ജോലി നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് ഹക്ക് കണ്ടിട്ട് കാണാത്ത പോലെ കണ്ണ് ചിമ്മിയിരുന്നാൽ 50-60 കൊല്ലം ഒരു മഹല്ലിൽ നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതെല്ലാം തുറന്ന് പറഞ്ഞിട്ടും ഒരുപാട് കാലം ഒരാൾക്കൊരു മഹല്ലിൽ നിൽക്കാൻ കഴിയുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ വല്ലാത്ത തൗഫീഖ് കിട്ടിയ മഹാനായിരിക്കും. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, കാര്യം തുറന്നു പറയുന്നവരോട് വെറുപ്പുണ്ടാകും. അത്തരം ആളുകളെ കമ്മിറ്റിക്കാർ പിരിച്ചുവിടും, അങ്ങനെയാണ്. പക്ഷേ അള്ളാന്റെ ദീനല്ലേ നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? അള്ളാഹുവിനെയല്ലാതെ. ഇത് ആലിമീങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ സാധാരണക്കാർക്ക് ദീൻ പഠിക്കാൻ പറ്റുക? അതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന അവസ്ഥ വരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുഹമ്മദ് ഇബ്നു അയ്യുൻ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന മഹാനാണ് മുഹമ്മദ് ഇബ്നു അയ്യുൻ റഹിമഹുല്ലാഹ്. ഞാൻ എൻ്റെ ചർച്ച അവസാനിപ്പിക്കുകയാണ് ഈ ഒരു സംഭവം പറഞ്ഞിട്ട്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു യാത്രയിൽ കൂടുന്നു മഹാനായ മുഹമ്മദ് ഇബ്നു അയ്യുൻ എന്ന അബ്ദുല്ലാഹി മുബാറക് തങ്ങളുടെ മൗല. ഒരു യാത്രയിലാണ്. റോമക്കാരുമായി നടന്ന ഒരു യുദ്ധസമയത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവും സംഘവും പട്ടാളക്കാർ ഒരു സ്ഥലത്ത് തമ്പടിച്ചു. രാത്രി സമയം ഉറങ്ങുകയാണ്, വിശ്രമത്തിന് നിന്നതാണ്. മഹാനായ മുഹമ്മദ് റഹ്മഹുല്ലാഹ്, മുഹമ്മദ് ഇബ്നു അയ്യുൻ തങ്ങൾ, തന്റെ നേതാവും ആലിമും വലിയ പണ്ഡിതനുമായ നമ്മൾ ഒരുപാട് തവണ അനുസ്മരിച്ച അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മുന്തിരിയിൽ ഏതാണ് പുളിയുള്ളത് ഏതാണ് മധുരമുള്ളത് എന്നറിയാതെ ഒരു മുന്തിരി പോലും വായിലേക്ക് വെക്കാതെ ജീവിച്ചു പോയ സത്യസന്ധനായ വാപ്പക്ക് മുബാറക് എന്നവർക്ക് ജനിച്ച മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. അവരുടെ കൂടെ യാത്ര പോയപ്പോ എന്തൊക്കെയാണ് ശൈഖ് അവറുകളുടെ ഇബാദത്ത് എന്ന് കാണാൻ, ശൈഖ് അവറുടെ കൂടെ ഇബാദത്ത് എന്താണെന്നറിയാൻ മഹാനവറുകളുടെ കൂടെ നടന്നു. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, കൂടെ നടക്കുന്ന ആളുകൾക്കാണ് ഒരു മനുഷ്യന്റെ സത്യസന്ധത മനസ്സിലാക്കാൻ പറ്റൂ. കൂടെ ജീവിച്ച ഖാദിമീങ്ങൾ, കൂടെ ജോലി ചെയ്ത ആളുകൾ, കൂടെ യാത്ര പോയ ആളുകൾ ഒരാളെ സംബന്ധിച്ച് മോശമായ കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ സ്വലാഹും നന്മയും ഇല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. ജനങ്ങളുടെ മുമ്പിൽ തസന്നു ചെയ്യാൻ എളുപ്പമാണ്, ആളുകളുടെ മുമ്പിൽ കാണിക്കാൻ എളുപ്പമാണ്. കൂടെ ജീവിച്ച ആളുകൾ, കൂടെ യാത്ര ചെയ്തവർ, ഖാദിമീങ്ങളായി നിന്നവർ, അവരാ പറയേണ്ടത് ഒരു ശൈഖിനെ കുറിച്ച്, അവരാണ് പറയേണ്ടത് ഒരു ആലിമിനെ കുറിച്ച് എന്തായിരുന്നു സ്വഭാവമെന്ന്.
അത്തരം ആളുകൾക്ക് മോശമായ അനുഭവമാണ് ഉണ്ടാകുന്നതെങ്കിൽ അള്ളാഹുവിനോർത്ത് മനസ്സിലാക്കണേ, നന്മയില്ലാത്തവരുടെ പിന്നിലല്ല നമ്മൾ കൂടേണ്ടത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആലിമീങ്ങൾക്ക് പിന്നിലാ നിൽക്കേണ്ടത്. തഖ്വയാ നമ്മൾ നോക്കേണ്ടത്. അള്ളാഹുവിന്റെ ഇഖ്ലാസാ നമ്മൾ നോക്കേണ്ടത്. അള്ളാഹുവേ, അല്ലാഹുമ്മ ജഅൽ ഉമൂറനാ ബിഐദി ഖിയാരിനാ ഹത്താ യഖൂദനാ ഇലൽ ഖൈരി മൻ ഹുവ ഖൈറും മിന്നാ. റബ്ബേ, ഞങ്ങളുടെ നേതൃത്വം ഏറ്റവും നല്ലവരുടെ കൈകളിലേക്ക് നീ ഏൽപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളെക്കാളും ഖൈറായവർ ഞങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന അവസ്ഥയുണ്ടാക്കി തരണേ എന്ന് ദുആയിരക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഉലമാക്കൾ. അള്ളാഹു നമ്മുടെ ഉലമാഇന് സ്വലാഹ് നൽകട്ടെ. തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, നന്മകൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് നന്മകളിലായി ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാനുള്ള കഴിവ് അള്ളാഹു നൽകട്ടെ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നു. മുഅ്മിനെ, അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു അന്ന് സൈന്യമെല്ലാം തമ്പടിച്ചിരിക്കുന്നു. കിടന്നുറങ്ങാൻ വേണ്ടി, വിശ്രമിക്കാൻ വേണ്ടി നിൽക്കുന്ന നേരത്താണ് മഹാനവറുകൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഒരു കുന്തം കടത്തി വെച്ചിട്ടുണ്ട്. ആ കുന്തത്തിന്മേൽ തലവെച്ച് കിടക്കുന്നു. ശിഷ്യനും സ്വന്തം ഗുരുവിനെ വീക്ഷിക്കാൻ വന്ന മുഹമ്മദ് ബിൻ അയ്യുൻ റഹിമഹുല്ലാഹ് സ്വന്തം ഗുരുവിനെ കാണുകയാണ്. ാകുന്നവരെ നിസ്കാരത്തിൽ മുഴുകി നിൽക്കുന്നത് സ്വന്തം ശിഷ്യൻ കാണുകയാണ്. ഉറങ്ങാതെ നോക്കി നിന്നു തന്റെ ഗുരുവിന്റെ നിസ്കാരം. സുബ്ഹിയാവാറായപ്പോ മഹാനവറുകൾ ഒന്ന് കിടന്നുറങ്ങുന്ന പോലെ വെറുതെ ഒന്ന് തലചായ്ച്ചു, വെറുതെ ഒന്ന് ചലചായി കിടന്നു. അവര് വിചാരിച്ചു ഞാൻ ഉറങ്ങുകയാണെന്ന്. ഞാൻ കണ്ണ് നോക്കി ആ രാത്രിയിൽ മുഴുവനും അവരെ ചെയ്ത ഇബാദത്ത് നോക്കി കാണുകയായിരുന്നു. ഞാനവിടെ ഉറങ്ങാതെ നിൽക്കുകയാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് അതിനുശേഷം എന്നോട് പിണങ്ങാനുണ്ടായ കാരണമാണിതെന്ന് പറഞ്ഞ് മഹാനവറുകൾ ആ സംഭവം വിവരിക്കുകയാണ്. അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു സുബ്ഹിയാകുന്നവരെ നിസ്കരിച്ച് സുബ്ഹി ആവാറായപ്പോ സ്വന്തം കിടപ്പറയിലേക്ക് പച്ച മണ്ണിൽ, ഭൂമിയിൽ, ആകാശത്തിനു താഴെ, നക്ഷത്രങ്ങൾക്കു താഴെ ഒരു സൈന്യം തമ്പടിച്ചിരിക്കുകയാണ്. മരുഭൂമിയുടെ നടുവിൽ ഒരു കുന്തമാണ് വെച്ചിരിക്കുന്ന തലയണയായിട്ട്. ഒരു കട്ടിയുള്ള എന്തെങ്കിലും വേണ്ടേ? ആ കുന്തത്തിന്മേൽ അത് കിടത്തി വെച്ചതിൽ തലവെച്ച് എൻ്റെ ഗുരുനാഥൻ ഒരൽപ്പനേരം വളരെ കുറച്ചു നേരം എൻ്റെ അരികത്ത് വന്ന് കടന്നതും ഞാൻ അറിഞ്ഞു. ഞാൻ ഉറങ്ങുകയാണെന്ന അവരുടെ വിചാരം. കുറച്ചു നേരം കഴിഞ്ഞ് ഒരുപാട് ഉറങ്ങി എഴുന്നേൽക്കുന്ന പോലെ വല്ലാത്ത ക്ഷീണം കാണിച്ചുകൊണ്ട് അവർ എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു, മുഹമ്മദേ എഴുന്നേൽക്കിന്, സുബ്ഹിക്ക് നേരമായി. ഞാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു, ശൈഖ് അവറുകളെ, ഞാൻ ഇത്രയും നേരം ഉറങ്ങിയിരുന്നില്ല. സ്വന്തം ഇബാദത്ത് ഈ സുഹൃത്ത്, തന്റെ പരിചാരകൻ, തന്റെ ഖാദിമ് രാത്രി മുഴുവനും ഉറങ്ങാതെ നോക്കി നിൽക്കുകയായിരുന്നുവെന്ന് അറിഞ്ഞതിൽ പിന്നെ എന്നെ പിന്നെ യാത്രയിൽ കൂട്ടിയിട്ടില്ല, എന്നോട് പിന്നെ മിണ്ടാറുണ്ടായിരുന്നില്ല. മഹാനായ അബ്ദുല്ലാഹി മുബാറക് എന്നവരെ എന്നോട് പിന്നെ പിണക്കമായിരുന്നു. എന്നോട് പിന്നെ എന്തെന്നില്ലാത്ത വെറുപ്പ് അവർക്കുണ്ടായിട്ടുണ്ട്. എന്തേ കാരണം? ഞാൻ ഈ ചെയ്ത അമല് ആളുകളോട് ഇയാൾ വിളിച്ചു പറയുമോ? ഞാൻ ഈ ചെയ്തത്, ഞാൻ ഇയാളെക്കാളും ഖൈറാണെന്ന് അയാളുടെ മനസ്സിൽ തോന്നുമോ? എന്റെ ഖൽബിലേക്ക് അത് വരുമോ? അല്ലാഹു അല്ലാതെ മറ്റാരും അറിയരുതെന്ന് വിചാരിച്ച് ചെയ്ത പണി കള്ളം നടിച്ചുകൊണ്ട് കണ്ണു തുറന്ന് ഉറക്കക്കാരനെ പോലെ കിടന്നിയാൾ നോക്കുകയായിരുന്നല്ലേ. ഇയാൾ എന്നെ വഞ്ചിച്ചല്ലോ എന്ന് ചിന്തിച്ച് പിണക്കം കാട്ടിയ മഹാനാണ് അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു. ഈ ഉദാഹരണങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളും ഈ മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തു പോയ നന്മകളും നമ്മളും തമ്മിൽ കിടക്കുന്ന വ്യത്യാസം എവിടെയാണ്? നമ്മൾ എങ്ങനെയാ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, അവരെങ്ങനെയാ പ്രവർത്തിച്ചിരുന്നത്? ഇത് മനസ്സിലാക്കാനുള്ള അടയാളമായും ഒരുപാട് ചിന്തകൾ നമ്മുടെ കൽബിലേക്ക് വരാനും തെറ്റുകൾ തിരുത്താനും നമ്മുടെ ഈ മജ്‌ലിസ് ഉപകാരപ്പെടുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്തെന്ന് വിശ്വസിക്കാം. അല്ലാഹുവേ, നീ ഇത് സ്വീകരിക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ് ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, നീ കബൂലാക്കണേ തമ്പുരാനെ. ദുആയിരക്കാൻ വേണ്ടി അപേക്ഷകളുണ്ട് ഇവിടെ. ഭാര്യയുടെ അസുഖം മാറാൻ വേണ്ടി ദുആയിരക്കാൻ. അല്ലാഹുവേ, നീ ആ സഹോദരിക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. കണ്ണുരോഗം ശിഫയാവാൻ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. സ്വന്തം തടിയിൽ ആഫിയത്ത് കിട്ടാൻ അല്ലാഹുവേ, നീ അവർക്കും ഞങ്ങൾക്കും ആഫിയത്ത് തരണേ തമ്പുരാനെ. ഈമാൻ സലാമത്താവാൻ വേണ്ടി അല്ലാഹുവേ, നീ ഈമാൻ സലാമത്താക്കണേ തമ്പുരാനെ. സ്വന്തമായ വീട് നിർമ്മിക്കാൻ വേണ്ടി അല്ലാഹുവേ, നീ അവരുടെ വീട് പണികൾ പൂർത്തിയാക്കണേ റബ്ബേ. വിഷമങ്ങൾ തീരാൻ വേണ്ടി അല്ലാഹുവേ, നീ സലാമത്ത് കൊടുക്ക റബ്ബേ. കടം വീടാൻ ഒരുപാട് ആളുകൾ വിഷമത്തിലാണ്. മുഅ്മിനീങ്ങളെ, ഒരു 10 മിനിറ്റ് കൂടെ ആമീൻ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തിരക്കില്ലാത്തവര് ഇരിക്കണം. ഒന്ന് ആമീൻ പറഞ്ഞു പോകും, ഒന്നുമില്ല.
നിങ്ങൾ ആമീൻ പറഞ്ഞാൽ മതി. നിങ്ങൾ ഇത്ര നേരം ഇരുന്നില്ലേ, നിങ്ങളുടെ ആമീൻ ആവശ്യമുണ്ട്. കടം വീടാൻ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ വലിയ പ്രതിസന്ധിയിലാണ് മുഅ്മിനീങ്ങളെ. അവിടുത്തെ ഓയിൽ പ്രൈസിന്റെ ഡൗൺ നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടുത്തെ സാമ്പത്തിക പിരിമുറുക്കം വന്നാൽ, നമ്മുടെ ഗൾഫുകാരുടെ പണി പോകലും കച്ചവട നഷ്ടമാവലും വന്നാൽ വലിയ വിഷമമാണ്. അള്ളാഹുവിനോട് ദുആയിരക്കണം. അവിടങ്ങളിൽ കിട്ടുന്ന ബറക്കത്ത നമ്മുടെ ഈ നാട്ടിൽ ഇത്രയും മനോഹരമായി ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനും ഇതിനൊരുപാട് ചെലവുണ്ട്. ഇത്രയൊക്കെ ഇതിനു വേണ്ടി കൈയൊഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ ബഹുഭൂരിഭാഗം നാട്ടിലും ഗൾഫിലുമുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് അവർക്കൊക്കെ എല്ലാവിധ നിഅമത്തിനു വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, നിന്റെ നിഅമത്തുകൾ ഒരിക്കലും മുറിഞ്ഞു പോവാതെ നിന്റെ നിഅമത്തുകൾ നിലനിർത്തി തന്ന അല്ലാഹുവേ, നീ ഞങ്ങളെ സഹായിക്കണം തമ്പുരാനെ. പിന്നെ